സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് എന്ന് നമുക്കായി തന്ന ആ വലിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ആ ദൈവം നമ്മളെ പോറ്റി പുലർത്തി, നമ്മളെ വഴി നടത്തി, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ദൈവം നമ്മളെ കൊണ്ടുവന്നു. സ്തോത്രം. വീണ്ടും ഒരു സൺഡേയിലേക്ക് ആര് കൊണ്ടുവന്നു? കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. സ്തോത്രം. ഇന്ന് പകല് അമികാലൻ നമ്മളോട് പാടി ആരാധിച്ചപ്പോൾ ദൈവം പറഞ്ഞ അമികാലന വാക്കുകൾ, ദൈവം പറഞ്ഞ ദൂതുകൾ എന്തുവാ? സ്തോത്രം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും ദൈവം നിറവേറ്റി. അതിനെന്ത് ചെയ്യണം? ഒരുക്കത്തോടെ ഇരിക്കുന്നെങ്കിൽ ദൈവം നിശ്ചയമായി വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യും? ദൈവം നിറവേറ്റി. ഒരുക്കമില്ല എങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ നന്മയും നിറവേറ്റത്തില്ല. യോശുവയോട് കർത്താവ് പറഞ്ഞു, മോശയുടെ അടുത്ത പിൻഗാമിയായിട്ട് ദൈവം നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? നീ ഫറവോന്റെ അടുത്തുനിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ദൈവജനത്തെ, ഇസ്രായേലിനെ ഇനി നയിക്കേണ്ടത് എന്ന് നീയാണ്. മോശയുടെ കാലം കഴിയും. നീ അടുത്ത മോശയ്ക്ക് പകരം ആരെയാ വിളിച്ചിരിക്കുന്നത്? നിന്നെ യോശുവയാണ് വിളിച്ചത്. യോശുവയോട് പറഞ്ഞു. അതൊക്കെ ദൈവം ഒരു കാര്യത്തോട് യോശുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. എന്തു പറഞ്ഞേ? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അത് ഞാൻ തരത്തില്ല. ഉറപ്പും ധൈര്യവും ആര് പ്രാപിച്ചോണം? നീയാ കാണിക്കണം. എങ്കിലേ നിന്നെ ഞാൻ ഉപയോഗിക്കുന്നു. ചിലർ പ്രവചനമെല്ലാം കേട്ട് അപ്പം നിങ്ങൾ തരും, ഇപ്പം വെച്ചിട്ടുണ്ട്, എന്റെ ലെവലില്ല. നിശ്ചയമായി തരും, ഒരു മാറ്റവും. പക്ഷെ പ്രവചനം കേട്ടപ്പോ മുതൽ പ്രാർത്ഥിച്ച് ഒരുക്കം പ്രാപിച്ച് അതിന് വില കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടത് മുതൽ ആർക്കുള്ളതാണ്? കേട്ട വ്യക്തി. പറഞ്ഞ വ്യക്തിക്കല്ല, കേട്ട വ്യക്തിക്കുള്ളത്. ആ ദൂത് ഞാൻ പ്രാപിക്കും. ഇത് എന്നെ കുറിച്ചുള്ള ദൂതാണ്. എനിക്കിത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. എന്ത് പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും ഞാൻ മാറിപ്പോകത്തില്ല. ഞാനത് പ്രാപിക്കും. ഇത് പറഞ്ഞ് ഞാൻ ദൈവ ജനത്തോട് പറയുക, ഇന്ന് വ്യക്തമായിട്ട് പറയുക. ഇന്ന് ഇവിടെ നമ്മൾ പാടി ആരാധിച്ച ആ പാട്ടിന്റെ ഓരോ വരിയും നമുക്കുള്ളതാണ്. ഇന്ന് ശക്തമായി ദൈവം ഇടപെട്ടോണ്ട് പറയുക. എന്തുവാ? ഒരുക്കം പ്രാപിച്ചാലേ ദൈവം നിന്റെ വാഗ്ദത്തം നിവൃത്തിയാക്കി തരുന്നു. എന്റെ പേരിൽ വാഗ്ദത്തമുണ്ട്, ദൂതമുണ്ട്, നന്മയുണ്ട്. അയ്യോ നീ വരട്ടെന്ന് പറഞ്ഞ വരത്തില്ല. നീ അതിന് ഒരുക്കം പ്രാപിക്കണം. ആരുമായിട്ട്? ദൈവം. സ്തോത്രം. യോശുവയോട് പറഞ്ഞു, ഉറപ്പും ധൈര്യം നീ പ്രാപിച്ചോളൂ. ഉറപ്പും ധൈര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും മോശയോട് ദൈവം ഇരുന്നത് പോലെ എന്നോടും ദൈവം കൂടിയിരിക്കും. കാര്യം മോശയെ വിളിച്ചതുപോലെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് ഞാൻ ധൈര്യത്തോടെ പോകും. ഈ ഉറപ്പും ധൈര്യം ആര് പ്രാപിച്ചോളൂ? യോശുവ പ്രാപിച്ചാൽ മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമസഭയോട് പറയുന്നത്, നീ വിശ്വാസത്തോടെ ഉറപ്പം പ്രാപിച്ച് സ്തോത്രം, നീ ആ ദൂതം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ നിശ്ചയമായ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതം ദൈവം നിവൃത്തിയാക്കി തരും. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്, ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വാക്ക് മാറിപ്പോത്തില്ല. അത് നിശ്ചയമായി അത് സംഭവിക്കും. അല്ലാതെ എനിക്ക് കുറച്ച് പ്രതികൂലം വരുമ്പോൾ എനിക്ക് അവിശ്വാസം ദൂതുള്ളവന് ദൂതും ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവന് മാത്രമേ പ്രതികൂലം വരത്തുള്ളൂ. ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ വാഗ്ദത്തം ഇല്ലാത്തവന് പ്രതികൂലം വരത്തില്ല. ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനയും അവിശ്വാസം ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിനകത്ത് എന്ത് വരുത്തുള്ളൂ? പ്രതികൂലം വരത്തുള്ളൂ. അപ്പൊ പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, അയ്യോ എന്റെ ദൈവം എന്നെ കൈവിട്ട്, ദൂത് എവിടെ പോയെന്ന് അറിയത്തില്ല, കേട്ട ദൂത് എവിടെ പോയെന്ന് അറിയത്തില്ല, സ്വതമല്ല എന്റെ സ്ഥിതി എവിടെയാണെന്ന് അറിയത്തില്ല. ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദൂത് എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കാൻ പറ്റത്തില്ല. പ്രതികൂലം വരുമ്പോഴ് അതുകൊണ്ടാണ് ദൈവം ദൂത് തന്നത്. എന്തിനു വേണ്ടിയാ? പ്രതികൂലം വരുമ്പോൾ ഈ ദൂത മുറുകി പിടിക്കണം. ദൂത് മുറുകി പിടിച്ചിട്ട് പറയണം, ഈ പ്രതികൂലത്തിന് ശത്രുരായ പിശാചേ, ഈ പ്രതികൂലത്തിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം എന്റെ ദൂത് വലുതാ. എന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവാ. ആ യോഗം ഞാൻ ദൈവത്തോട്
കർത്താവായ യേശു അതിനോട് ചാരി ഇരുന്നത് പോലെ എന്റെ ദൈവം എന്നെ ചാരി ഇരുത്തിയിട്ടുണ്ട്. എന്നോട് കൂടെ ചാരി ഇരിക്കുന്നത്, എന്റെ കുടുംബത്തോട് കൂടെ ചാരി ഇരിക്കുന്നത് പ്രതികൂലം വരുമ്പോൾ മാറിപ്പോകാനല്ല, എന്നോട് കൂടെ ചാരി ഇരിക്കുന്നത് യേശു എനിക്കുണ്ട്. എന്റെ എല്ലാ വിഷയത്തിനകത്ത് പ്രതികൂലത്തിന്റെ മധ്യയിൽ ഇറങ്ങി വന്ന് എനിക്ക് മറുപടി നൽകുന്നത് യേശു എന്റെ കൂടെ ഉണ്ട്. എന്നോട് പറഞ്ഞ ദൂതികനല്ല, ഈ കഷ്ടം വന്നാലും ഈ പ്രതികൂലം വന്നാലും ഞാൻ വീട് പോകത്തില്ല, എനിക്ക് ഇതിനകത്തെല്ലാം ജയിക്കും കാര്യമുള്ളൂ. എന്റെ മേൽ ദൂതുള്ളവനാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവനാണ്, ദൈവത്തിന്റെ ആലോചനയുള്ളവനാണ്. ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ പ്രതികൂലത്തിനോ പ്രയാസത്തിനോ കഷ്ടത്തിനോ രോഗത്തിനോ എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിനാണ് യേശുവിന്റെ പദ്ധതി. യേശുവിന്റെ പൈതല അതാ ഉറപ്പും ധൈര്യവും. അതാ ഉറപ്പും ധൈര്യവും. ആ ഉറപ്പും ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ആര് കാണത്തുള്ളൂ? കർത്താവ് കാണത്തുള്ളൂ. കർത്താവ് കാണത്തുള്ളൂ. കർത്താവ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഉറപ്പും ധൈര്യവും ഉണ്ടാവണം. എന്റെ ദൈവം എന്നോട് പറഞ്ഞു ദൂരം തീരത്തില്ല, മാറിപ്പോത്തില്ല, പ്രതികൂലങ്ങൾ മാറിപ്പോത്തില്ല. ഞാൻ കേട്ട നാള് മുതല്, ഈ ദൂത് കേട്ട നാള് മുതൽ പ്രതികൂലം, ദൂത് കേട്ട നാള് മുതൽ എനിക്ക് പ്രതികൂലം, പ്രയാസം വർഷങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിക്കുവോ, ഞാൻ മാറിയിട്ടില്ല. കാര്യം എന്തുവാ? അവിടെ എല്ലാം എന്നെ ജയിപ്പിക്കുന്ന ദൂത, എന്നെ അതിനെല്ലാം മേളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ദൂത. ഇന്ന് പലപ്പോഴും പ്രതികൂലമാ പലർക്കും മേളിയിരിക്കുന്നത്. ദൂത അങ്ങ് താഴെ പോയേക്കുക. അല്ല, ദൂത മേളി വരേണ്ടത്, പ്രതികൂലം താഴെയാണ് നിൽക്കേണ്ടത്. ദൂതിന്റെ മേളിലോട്ട് പ്രതികൂലം കയറത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന്റെ മേളിലേക്ക് പ്രതികൂലം വരത്തില്ല, മുൻവിധി വരത്തില്ല. അതെല്ലാം താഴെ പോകും. കാര്യം എന്തുവാ? അതിനെല്ലാം മേളിലാണ് ദൈവത്തിന്റെ ദൂത് നിൽക്കുന്നത്. ദൈവത്തിന്റെ ദൂത് നിൽക്കുന്ന, ദൈവം ഉന്നതങ്ങളിൽ വസിക്കുന്നവനാ കർത്താവ്. അവിടുന്ന് തന്നേക്കുന്ന ദൂത് ഒരിക്കലും അവന് താഴോട്ട് പോകാനല്ല ദൂത് തന്നിരിക്കുന്നത്. സ്തോത്രം. ദൂത് പ്രാപിച്ചു പുറത്തു വരാവുള്ളൂ, പുറത്തു വരാവുള്ളൂ. സ്തോത്രം. പ്രതികൂലത്തിന്റെ മധ്യയിലാണോ ദൈവം നമ്മളെ കൂടെ ഉണ്ട്? പ്രതികൂലത്തിന്റെ മധ്യയിൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ശത്രുവിന് തൊടാൻ പറ്റുമോ? ഇല്ലയോ? എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കുക, ഇത് പകലെ ഞാൻ ചോദിക്കുക, ദൈവജനത്തോട് ചോദിക്കുക, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുക. പ്രതികൂലത്തിന്റെ മധ്യയിൽ, പ്രതിസന്ധിയുടെ മധ്യയിൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പ്രതികൂലത്തിന് എന്നെ തൊടാൻ പറ്റുമോ? പറ്റുമോ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലം എനിക്ക് വരാതിരിക്കൂ? വരുമോ? ഇല്ലയോ? വരും. പക്ഷെ പ്രതികൂലത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു കാര്യം നോക്കട്ടെ, ഒരു ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ശത്രുക്ക മേശക്ക് അപൗരിയോവ് നെബൂഖദ്നേസർ രാജാവ് തീയിലിട്ടു. പ്രതികൂലമാ, മരണമാ, കത്തി പോവുക. കാര്യം തീയില് ഇടാൻ വേണ്ടി ഈ 3 ചെറുപ്പക്കാരെ പിടിച്ചോണ്ട് പോയവർ എരിഞ്ഞുപോയി. തീയുടെ അടുത്ത് ഇരുന്നുമ്പോ എരിഞ്ഞുപോയി. പക്ഷെ തീക്കകത്ത് വീണവന്മാർക്ക് ഒരു ബോധവുമില്ല, ഒരു ബോധവുമില്ല. ഇതെല്ലാം എന്തിനു വേണ്ടി ഇതെല്ലാം പറയുന്നതെന്ന് അറിയാമോ? ഇത് പകലെയാ ഇതെല്ലാം പറയുന്നത് എന്തിനു അറിയാമോ? പ്രതികൂലം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ച് എന്റെ ദൈവം എന്നെ കൈവിട്ട് എന്താ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. കാര്യം എന്തുവാ? തീയുടെ മധ്യയിൽ ശത്രുക്ക് മേശക്ക് അപൂർണികോവിനോടൊപ്പം അമ്മ നെബൂഖദ്നേസർ രാജാവ് ഇപ്പോൾ കത്തി എരിയുമെന്ന് പറഞ്ഞ് അമ്മ അതിൽ വെന്തെരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ബിംബത്തെ നമസ്കരിക്കാത്തതിന്, അമ്മ നെബൂഖദ്നേസർ രാജാവിനെ നമസ്കരിക്കാത്തതിന് ദൈവ ശിക്ഷ കിട്ടിയപ്പോൾ, അവർ ദൈവത്തെ ഉയർത്തിയപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടേണ്ട വന്നു. അവര് ശിക്ഷ അനുഭവിച്ചപ്പോൾ തീക്കകത്ത് ആ 3 പേരുടെ കൂടെ ഒരാളോട് ഇറങ്ങി നടക്കുന്നു. ഇന്ന് പകരം ഓർത്തോ, പ്രതികൂലത്തിന്റെ മധ്യയിലും നിന്റെ കൂടെ ദൈവം ഇറങ്ങി വരും. ആ പ്രതികൂലത്തെ നീ മാത്രമല്ല അനുഭവിക്കുന്നത്, നിന്റെ ദൈവവും വരുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും പ്രതികൂലത്തിന്റെ ഒരിക്കലും എന്തിനെ ജയിക്കത്തില്ല. പ്രതികൂലത്തെ നീ ജയിക്കേ. ഒരു പ്രതികൂലത്തിലും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഒരു മുൻവിധിക്കും, ഒരു പരിഹാസത്തിനും, ഒരു അപമാനത്തിനും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അറിയുന്നു, തീയുടെ മധ്യയിൽ ഇറങ്ങി വന്ന 4-മനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൈവത്തെ നീ ആരാധിക്കുന്നത്. സ്തോത്രം. പകരം
ഇതാ ഒരുക്കം. എന്തുവാ? ഏത് പ്രതികൂലം വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, ഏത് വെല്ലുവിളികൾ വരട്ടെ, പറ അമികാലെ ശത്രുക്ക മേശ കബോഡിയോന്റെ കൂടെ ഒരു ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവം ഇറങ്ങി അവരോടൊപ്പം നടന്നിട്ടുണ്ടെങ്കിൽ, അവര് തീയിലാണെങ്കിൽ എന്റെ ദൈവം തീയിലാണ്, അവര് പുറത്താണെങ്കിൽ എന്റെ ദൈവം പുറത്താണ്. സ്വതന്ത്രമായ ഇന്ന് ഞാൻ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ എന്റെ ദൈവമുണ്ട് എന്റെ കൂടെ. കഷ്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. സ്തോത്രം, ആരാധിക്കണോ? ഒരു വഴി വന്നു, ഒരു തീര രോഗം വന്നു. ഈ രോഗം ഒരിക്കലും നിന്നെ നശിപ്പിക്കുന്നില്ല. ഈ താൽക്കാലികമാണ്. ചില രോഗങ്ങളും രോഗബന്ധനങ്ങളും എല്ലാം താൽക്കാലികമാണ്. പക്ഷെ അതിനകത്ത് വിടുവിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിന്റെ കൂടെ ഇറങ്ങിയാൽ നീ വിടുതൽ പ്രാപിച്ചു പുറത്തു വരും. ഇത് പകലോട്ടോ, ഏത് പ്രതികൂലത്തിന്റെ മധ്യേ ദൈവം ഇറങ്ങി വന്നാൽ നിശ്ചയമായി ദൈവജനത്തിനകത്ത് എന്തുണ്ടാവും? വിടുതൽ കിട്ടും, വിടുതൽ കിട്ടും, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. അത് വിശ്വസിക്കണം. ഇന്ന് പകൽ എന്റെ മേൽ അത്ഭുതം ചെയ്യും. അയ്യോ, മുൻവിധി കേൾക്കുമ്പോഴേ, അയ്യോ ചില വാക്കുകൾ കേൾക്കുമ്പോഴേ, ഓ എന്താണെന്നല്ല ചോദിക്കുമ്പോഴേ, പോയി ഗ്യാസ് പോയി. അവരെയല്ല ദൈവത്തിന് വേണ്ടത്. അവിടെ ഗ്യാസ് കയറ്റുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. എന്തുവാ? ഉണർവോട് പുറത്തു വരുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ. പെന്തിക്കോസ് സഭയുടെ ആരംഭം ഒരുപാട് കഷ്ടമായിരുന്നു, പ്രതികൂലമായിരുന്നു, പ്രയാസമായിരുന്നു. പക്ഷെ പിതാക്കന്മാർ അതിനകത്തൊന്നും മാറിപ്പോയില്ല. പിതാക്കന്മാരെല്ലാ ലോക സുഖങ്ങളും വിട്ട് ദൈവസന്നിധിക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു, തലമുറകളെ അനുഗ്രഹിച്ചു. ഇന്ന് വലിയ വലിയ ബിൽഡിംഗായി, വലിയ വലിയ മാളികയായി, വലിയ വലിയ ഉയർച്ചകളായി, വലിയ നന്മകളായി, വലിയ പൊസിഷനിലേക്ക് അമിക തലമുറയെ കൊണ്ടുവരുത്തി. ഇല്ലയോ? തലമുറയെ ഇരുത്തി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്കിയതാ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. സ്തോത്രം. നമ്മൾ ഇന്ത്യക്കകത്താ യുദ്ധം തുടങ്ങിയപ്പോഴേ യുദ്ധം നടക്കുന്ന നാട്ടിൽ പലതിനും ക്ഷാമമില്ല. പക്ഷെ ഇന്ത്യക്കകത്തിരിക്കുന്ന നമുക്ക് ആ ക്ഷാമം വന്നു. ആണോ? ക്ഷാമം വന്നു. ഞാൻ ഓർത്ത് ഇത്രയും ഗ്യാസിനല്ല ഇത്രയും പ്രാധാന്യമുണ്ടോ? ഗ്യാസ് ഇല്ലെന്ന് പറയുമ്പോഴേ നമ്മുടെ നെഞ്ചത്ത് പിടിച്ചോണ്ടിരിക്കുക പലരും. അയ്യോ, ഇനി എങ്ങനെയാ ഇപ്പൊ ഗ്യാസിലാ ജനിച്ചു പറഞ്ഞു. കേട്ട് കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഊരില്ല ജനിച്ചു പറഞ്ഞു. ഞാൻ ഓർക്കുക, യുദ്ധം വന്നേ ഉള്ളൂ. ഇനി പെട്രോളിന് പ്രശ്നം വരാൻ പോവുക. ഇനിയും വന്നു കഴിഞ്ഞാൽ പിടിക്കുന്നത് നമ്മളെയാ. അപ്പോൾ ഞാൻ ഓർക്കുക, ഇന്ത്യ എന്ന് പറയുന്നതെല്ലാം പല രാജ്യത്തിന്റെ ആശ്രയത്തിൽ നിൽക്കുന്നവരാ. ഇത് എല്ലാ അനുഗ്രഹവും എവിടുന്ന് കിട്ടിയതാ? കേരളത്തിനകത്തെ അനുഗ്രഹം എല്ലാം എവിടുന്ന വന്നേ? വിദേശ ഫണ്ടാ. വിദേശത്ത് പോയി നമ്മുടെ മക്കള്, നമ്മുടെ തലമുറകൾ ജോലി ചെയ്ത് അവിടുന്ന് കിട്ടിയ വരുമാനമാണ് ഈ കേരളം ഇപ്പൊ ഇങ്ങനെ സുഗന്ധമായിട്ട് നിൽക്കുന്നെങ്കിൽ. വലിയ വലിയ ബിൽഡിങ്ങിനകത്ത് നിൽക്കുന്ന എല്ലാം വിദേശ ഫണ്ടാ. അല്ലെന്ന് പറയാൻ പറ്റൂ? എന്റെ കുടുംബത്തിൽ നന്മ കിട്ടിയത് ഇന്ന് പല പെന്തക്കോസ്ത് സഭകളും വളർന്നു കയറിയിരിക്കുന്ന വിദേശ ഫണ്ടാ. ഈ തലമുറകൾ പോയി അനുഗ്രഹപ്പെട്ടപ്പോൾ എന്ത് കിട്ടി? വിദേശ ഫണ്ട്. സഭ വളരാൻ തുടങ്ങി. അവർ അനുഗ്രഹപ്പെടുന്ന അനുസരിച്ച് സഭ അനുഗ്രഹപ്പെടാൻ തുടങ്ങി. ഇന്ന് ഇവിടുത്തെ ദൈവമക്കൾ അനുഗ്രഹപ്പെടുന്ന രീതിയിലാണ് ഈ സഭ അനുഗ്രഹപ്പെടുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ അനുഗ്രഹപ്പെടണം. പെടുമ്പോഴാ എന്തും വളരും, സഭയും വളരും, ദൈവസഭയും വളരും. സ്തോത്രം. അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് അങ്ങോട്ട് മുമ്പോട്ട് ചെന്നപ്പോ കൺവെൻഷൻ എല്ലാ വർഷവും സ്തോത്രം ഓരോ സംഘടനകൾ വെക്കാറുണ്ട്. കൺവെൻഷൻ വെക്കുന്ന എന്തിനു വേണ്ടിയാ? ഉണർവ് ദേശത്തുണ്ടാവാൻ വേണ്ടി, ഒരുക്കം ദേശത്തുണ്ടാവാൻ വേണ്ടി. ഒരുക്കമുണ്ടെങ്കിലേ ഉണർവുണ്ടാവും. സഭയ്ക്കകത്ത്, ദൈവജനത്തിനകത്ത്, ദൈവദാസന്മാരിൽ, ദേശത്തിനകത്ത് ഉണർവ് വെളിപ്പെടാനും വേണ്ടി കൺവെൻഷൻ വെച്ചത്. കാര്യം എല്ലാ സമൃദ്ധിയായപ്പോൾ, എല്ലാ അനുഗ്രഹങ്ങളും അങ്ങോട്ട് സഭയ്ക്കകത്ത് അങ്ങോട്ട് കിട്ടിയപ്പോൾ അഹങ്കരിക്കാൻ തുടങ്ങി. തലമുറ എല്ലാം ദൈവം അങ്ങോട്ട് ഉയർത്താൻ തുടങ്ങി, മാനിക്കാൻ തുടങ്ങി. വലിയ വലിയ മാളികയായി, വലിയ വലിയ വാഹനമായി, വലിയ വലിയ ശമ്പളമായി, വലിയ വലിയ വരുമാനമെല്ലാം അങ്ങോട്ട് ആയപ്പോഴേ അഹങ്കരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങോട്ട്. പിന്നെ ഇപ്പം സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പെന്തക്കോസ്ത് സഭയുടെ ഒറ്റ മുദ്രാവാക്യം, ഒറ്റ കാഴ്ചപ്പാട്, ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യത. നിത്യരാജ്യത്തിൽ കർത്താവ് വരുമ്പോൾ
ചേർത്ത് കൊള്ളണം. കർത്താവെ മണവാളിനെ നോക്കിയിരിക്കുക, മണവാട്ടി വേഗത്തിൽ പന്നിരിക്കുക. അപ്പോഴാ കൺവെൻഷൻ വെച്ചിട്ട് കൺവെൻഷന്റെ അകത്ത് ഉണർവൊന്നുമല്ല വരുത്ത് നമ്മൾ ഒരു വലിയ കൂട്ടമായിട്ട് തീർന്നിരിക്കുക. ഇനി നമുക്ക് മന്ത്രി വേണം, MLA വേണം എന്നല്ല പറയാൻ തുടങ്ങിയപ്പോഴേ യുദ്ധം തുടങ്ങി. ഇന്ന് പെന്തിക്കോസ്ത് സഭകർക്ക് കരഞ്ഞോണ്ടിരിക്കുക. യോ ഒന്ന് തൊടലേ, ഞങ്ങളെ ചാക്കോച്ചന്റെ തൊടലേ, മത്തായിച്ചാലെ തൊടലേ, അവരെ തൊടലേ, ഇവിടെ തൊടലേ, അയ്യോ ഗ്രേസിയാന്റെ തൊടലേ അല്ല പാർച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കാര്യം എന്തുവാ? അവിടെ പോയാ ഇവിടെ പോയി, അവിടുത്തെ ഫീസ് പോയാൽ ഇവിടെ അടിച്ചു പോയി, കറണ്ട് ഇല്ലാതാവും. സ്തോത്രം. ഫീസ് അവിടെ ഇരിക്കുക. സ്തോത്രം. എനിക്ക് പേടിയൊന്നുമില്ല. സത്യം പറയാം, നമ്മളെ സഭ പോകുന്നതും ദൈവമക്കളുടെ ആ ഉയർച്ചയ്ക്ക് അനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ എനിക്ക് പേടിയില്ല. കാര്യം എന്റെ ദൈവമക്കൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ കരുതുന്ന ഒരു കർത്താവുണ്ട്. കാര്യം ഈ സഭയ്ക്കകത്ത് ലോകത്തിന്റെ അധികാരത്തിനോ ലോക ചിന്തകൾക്കോ ലോക പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയല്ല ഇത്. ആത്മീയ കാഴ്ചപ്പാടുള്ള സഭയാണ്. ആത്മീയത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്നത്. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ഏത് ഘട്ടത്തിന്റെ മധ്യയിലും യേശുവിനെ ഉയർത്തണം. നിന്ദനെ പോലുള്ള ഒറ്റ കാഴ്ചപ്പാടാണ് ഈ സഭയ്ക്കകത്ത്. അവിടെ എനിക്ക് പേടിയൊന്നുമില്ല. അവിടെ അടി കിടന്ന് ഇവിടെ അടി കിടന്നത് എന്റെ ദൈവമക്കളെ ആര് കരുതിക്കൊള്ളും? കർത്താവ് കരുതിക്കൊള്ളും. എന്റെ സഭയെ ആര് കരുതിക്കൊള്ളും? കർത്താവ് കരുതിക്കൊള്ളും. ഒരു പോർല് പോലും ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. സ്തോത്രം. കണ്ണിലെ കൃഷ്ണമണി പോലെ അമികാലയിൽ എന്റെ കർത്താവ് ഞങ്ങളെ കരുതിക്കൊള്ളും. കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു. എന്ത് പറഞ്ഞു? തീയുടെ മധ്യയിൽ ആരിറങ്ങി വന്നു? മരണമാ. കൊണ്ടിട്ടവരെ മരിച്ചുപോയി. കൊണ്ട് നമ്മളെ തീയിലോട്ട് തള്ളിയിടാൻ പോയ ശത്രുക്കൾ മേശ കബോലിയോ പോലെ അവരെ തീയിലേക്ക് തള്ളിയിടാൻ പോയവൻ എരിഞ്ഞുപോയി. തീയുടെ അത്രയ്ക്ക് ഗാഠമായ തീ ചൂടിനാൽ എരിഞ്ഞുപോയി. പക്ഷെ വീണോമാർ എരിഞ്ഞുപോയി. ആ വീണോമാരാ നമ്മള്. ഇത് പ്രിയതമക്കളെ ഓർത്തോ, പുതിയ സമയത്ത് പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയായി നമ്മൾ ആ തീ വീണോമാരാ. നമ്മളോട് ആരിറങ്ങും? തീക്കകത്ത് ആരിറങ്ങും? കർത്താവ്. നാലാമൊരുവനായിട്ട് ഇന്ന് നമ്മൾ ഒറ്റയ്ക്കാ വീണെങ്കിൽ രണ്ടാമതൊരുവനായിട്ട് ഇറങ്ങും. ആ ദൈവത്തെ ആരാധിക്കുന്നത്? സ്തോത്രം. നമ്മൾ ആരാധിക്കുന്നത്. അത് മറന്നുപോയ പോയി. ഇന്ന് പല സഭയ്ക്കകത്തും അത് മറന്നു പോകുന്നുണ്ടാ പ്രതികൂലം വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്. സ്തോത്രം. ഇവിടെ മന്ത്രിയെ ഉണ്ടാക്കാനും ഇവിടെ MLA ഉണ്ടാക്കാനും ഇവിടെ നേതാവ് ഉണ്ടാക്കാനും പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കാനൊന്നും അല്ല ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് സ്വർഗരാജ്യത്തെ ഉണ്ടാക്കാനാണ്. സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവാനാണ്. ഈ ലോകം നശിച്ചു പോകുന്ന ലോകത്തിനകത്ത് അവകാശിയാവാനല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവാനാണ് ഇറങ്ങിയത്. ഓരോരുത്തരും കമന്റിലായിട്ട് നമ്മുടെ തലമുറയുടെ ഭാവി നോക്കണം. എന്റെ തലമുറയുടെ ഭാവി ഞാൻ നോക്കേണ്ട കാര്യമില്ല. ദൈവത്താൽ ആരാധിക്കുന്ന തലമുറ പല രാജ്യത്തിനകത്ത് ദൈവം വിടും. അവരെല്ലാം ആ സ്ഥലത്ത് ഉന്നതമായ സ്ഥാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. തലമുറ എന്ന് നോക്കേണ്ട കാര്യമില്ല. തലമുറയിൽ ആരെ അനുഗ്രഹിച്ചു? നീ ദൈവത്തിന് വിശ്വസ്തയാണെങ്കിൽ നിന്റെ തലമുറ ആരെ അനുഗ്രഹിക്കും? നോർത്തു. ഏറ്റവും കൂടുതൽ വിശ്വസ്തത ആരോട് വേണം? സ്തോത്രം. ഞാൻ ഒരു കാര്യത്തിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സ്വന്തം ഗീതേനെ ഓർക്കെ ദൈവത്തെ സ്തുതിക്കാറുണ്ട് പലപ്പോഴും. ഒരു കാര്യത്തിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. സ്തോത്രം. ഈ സഭയ്ക്കകത്ത് വരാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ സൺഡേ മുടങ്ങി. ഞായർ വരും. ഏത് കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ, മുടന്താന്ന് പറഞ്ഞാൽ, കാലുവേദനയാന്ന് പറഞ്ഞാൽ, ശരീരവേദനയാന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ആരാധനയ്ക്ക് ഞാൻ സമ്മതിച്ചു കൊടുക്കും. തലേന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് 12 മണിക്ക് വിളിച്ചാൽ രാവിലെ ആകുമ്പോൾ ആളും എത്തിയിരിക്കും. ഞാനോട്ട് വരത്തില്ല, പക്ഷെ ദൈവം കൊണ്ടുവരും. ദൈവം കൊണ്ടുവരും. ആ വിശ്വസ്തയോർത്തിയാണ് ദൈവത്തെ സ്തുതിക്കും. ഒരു ആരാധന പോലും ദൈവത്തിന്റെ കൃപയാൽ ഇത്രയും നാളുമായിട്ട് മുടങ്ങിയിട്ടില്ല. എല്ലാ ആരാധനയ്ക്കും വന്നതാണ്. സ്തോത്രം. എല്ലാ ആരാധനയ്ക്കും വന്നിട്ടുള്ളത് വരാൻ തുടങ്ങി അന്ന് മുതൽ, ആ വർഷം മുതൽ ഈ വർഷം വരെ ആരാധനയ്ക്കകത്ത് വിശ്വസ്തയോട് വന്നിട്ടുള്ളതാണ്. ഞാൻ അതിനെ ഓർത്ത് എത്ര ദൈവത്തെ സ്തുതിച്ചാലും പറ്റത്തില്ല. കാര്യം എന്തുവാ? അത് ഉള്ളിലെ തീരുമാനം. എനിക്കൊന്ന് പോകണം. വയ്യാന്ന് പറഞ്ഞാലും ഞാൻ പോകും.
അതേപോലെ ഒരു കാര്യം ഞാൻ പറയാം, എത്ര രോഗിയാന്ന് പറഞ്ഞിരുന്നാലും ആരാധിക്കുന്ന സമയത്ത് ആരാധിക്കും. ഇത് കൈയടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം, സുലയോട് പറയുക, 3 എണ്ണത്തെ രാത്രി പട്ടിണി കിട്ടേക്കണം ശനിയാഴ്ച. സ്തോത്രം. 3 എണ്ണത്തെ ശനിയാഴ്ച രാത്രി പട്ടിണി കിട്ടേക്കണം. കൊടുക്കൽ, ഒരു പച്ച വെള്ളം കൊടുക്കൽ. സ്തോത്രം. അന്നിരിക്കുക, അനുഗ്രഹിക്കുന്ന അനുഗ്രഹിച്ചു ഞാൻ പ്രാപിച്ചുകൊണ്ട് പോവാം. സ്തോത്രം. കൈയടിക്കാൻ നല്ല കൈയടിക്കത്തില്ല. കൈയല്ല എവിടെ, അന്നത്തെ കൈക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത 2 കൈയെല്ലാം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവസന്നിധി ആരാധിക്കാനാ. ഇതാ ഒരുക്കം. മനസ്സ് തുറന്ന് ആരാധിക്കാനാ കൈ തന്നേക്കുന്നത്. ഇപ്പൊ ചിലവരുടെ കൈ അടിച്ച കൈയൊന്നും ഇല്ല, തടവുമാണ് കൈ. ഇവിടെ നിലവിളിച്ച് കണ്ണുനീർ കഴുകി പ്രാർത്ഥിച്ച് എങ്ങനെങ്കിലും ദൈവജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കൈയൊന്നും വയ്യ. മന്തി കിട്ടുമ്പോ 2 കൈ ഇറങ്ങൂല്ല. ചിക്കൻ കാല് പിടിക്കുമ്പോ 2 കൈ അങ്ങോട്ട് ഇറങ്ങിപ്പോവില്ല. മന്തിയുടെ ചിന്തയില മന്ദിച്ചുകൊണ്ടിരിക്കുക തലയിൽ. എണ്ണപ്രകാരം വെച്ച് കഴിഞ്ഞാൽ കൈയല്ല, എവിടുന്നാ കൈ വരുന്നതെന്ന് അറിയത്തില്ല. ബേക്കസ്ഥാനം വരുന്നത്. സ്തോത്രം. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ദൈവസന്നിധി വന്നിരുന്ന ഇതെല്ലാം തരുന്നത് കർത്താവാ. അതിന് സ്തോത്രം. എനിക്ക് എന്റെ കുടുംബമൊന്നോ അല്ലെങ്കിൽ ദൈവമക്കളുടെ കുടുംബമൊന്നും എന്റെ കുടുംബമല്ല. ഞാൻ പച്ചയ്ക്ക പറയുന്നത്, എല്ലാവരോടും പറയുന്നത്. അല്ലാതെ എനിക്ക് ഇന്ന ആള് ഇന്ന ആയിരൊന്നും എനിക്കില്ല. എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്റെ കർത്താവാണ്. കാര്യം സ്വന്തം അമ്മ തള്ളിക്കളഞ്ഞപ്പോഴും, സ്വന്തം അപ്പൻ തള്ളിക്കളഞ്ഞപ്പോഴും, സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും, സ്വന്തം ബന്ധുക്കൾ തള്ളിക്കളഞ്ഞപ്പോഴും, സ്വന്തം സുഹൃത്തുക്കൾ തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാതെ സ്നേഹിച്ച ഒറ്റവരാണ് അത് യേശുവിനാണ്. പ്രതികൂലങ്ങളുണ്ട് ദൈവമക്കളെ. യേശുവിനെ മാത്രമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ പ്രതികൂലമുണ്ട്. സാമ്പത്തിക പ്രതികൂലങ്ങളുണ്ട്, ശാരീരിക പ്രതികൂലമുണ്ട്, മാനസിക പ്രതികൂലമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും തളരാൻ സമ്മതിക്കത്തില്ല. ദൈവം വഴി തുറക്കും. കാര്യം എന്തോ? ദൂതപ്രകാരമാണ് നടക്കുന്നത്. അത് ദൂരെ തടയാൻ പറ്റുമോ? ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രതികൂലം വരുമ്പോ, പ്രയാസം വരുമ്പോഴ് ഞാൻ ദൈവസന്നിധിയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ ജീവൻ അങ്ങ് തന്നതാ, ഇത് അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാ, അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാ. കാത്തിരിക്കുക. എന്നായി ജീവൻ അങ്ങയ്ക്ക് ഏൽപ്പിക്കേണ്ടത് അങ്ങ് തന്നതേ ഉള്ളൂ. ഈ ജീവിതത്തിനകത്ത് തലമുടി മുതൽ കാലിന്റെ നഖം വരെ അങ്ങ് തന്നതേ ഉള്ളൂ. ഇത് അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാ. അങ്ങ് തന്നതുകൊണ്ടാണ് മാന്യത ലഭിച്ചത്, അങ്ങ് തന്നതുകൊണ്ടാണ് സമാധാനം ലഭിച്ചത്, അങ്ങ് തന്നതുകൊണ്ട് സന്തോഷം ലഭിച്ചത്, അങ്ങ് തന്നതുകൊണ്ട് ആഹാരം കഴിക്കുന്നത്, അങ്ങ് തന്നതുകൊണ്ട് നല്ല വസ്ത്രം ഇടുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങ് തന്നതാ. അപ്പൊ ഇത് ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എനിക്ക് പ്രശംസിക്കാനുള്ളതല്ല. കർത്താവ് യേശുവിനെ സ്നേഹിച്ചവൻ അറിയാം. ഒരപ്പനും അമ്മയ്ക്കും അപ്രകാരം സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്രകാരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്നേഹിക്കാൻ പറ്റത്തില്ല. ഒരു സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, സഹോദരിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. യേശു സ്നേഹിക്കുന്നവർ സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചതാണെന്നാണ് പറയുന്നത്. ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ പറയുന്നത്. ആർക്കും പറ്റത്തില്ല യേശു തരുന്ന പോലൊരു സ്നേഹം. അങ്ങനെ രുചിച്ചറിഞ്ഞവൻ ഒന്നിനകത്തും എന്ത് ചെയ്യത്തില്ല, ഭയപ്പെട്ടു പോകത്തില്ല, വീട് പോകത്തില്ല. അവൻ ബലപ്പെടും, ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. സ്തോത്രം. നമ്മൾ ചില മണിക്കൂറുകൾ ഈ ഞായറാഴ്ച ദിവസം വന്നത് എന്തിനു വേണ്ടിയാണ്? ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ സ്തുതിക്കാനാണ് വന്നത്. അത് രോഗമായെങ്കിൽ അത് രോഗം മാറ്റിത്തരേണ്ടത് കർത്താവാ. എന്റെ സാമ്പത്തിക ഇടപാടാണെങ്കിൽ അത് മാറ്റിത്തരേണ്ടത് കർത്താവാ. അമയാളെ കുടുംബത്തിനകത്ത് സമാധാനം തരേണ്ടത് ആരാ? അത് തരേണ്ടത് കർത്താവാ. തലമുറ
എനിക്ക് ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ അടങ്ങിയിരിക്കുവാനല്ല, മൗനമാവാനല്ല, എന്റെ ദൈവത്തെ സന്തോഷിപ്പിക്കാനോ, എന്റെ ദൈവത്തെ സന്തോഷിപ്പിക്കുമ്പോൾ അനുഗ്രഹം ദൈവം തരും, അനുഗ്രഹം ദൈവം തരും. ഞാൻ ദിവസം പ്രാർത്ഥിക്കുമ്പോ പറയാറുണ്ട്, ആരൊക്കെ എന്നെ കൈവിട്ടാലും എന്റെ ദൈവം എന്നെ കൈവിടല്ലേ. അപ്പൊ ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം എന്റെ ഇതില്ലേ എന്നെ കൈവിടല്ലേ. എനിക്ക് അങ്ങ് മതി, അങ്ങ് മതി, അങ്ങ് മതി. എന്റെ എല്ലാം ആരാ? അങ്ങ. സ്തോത്രം. അങ്ങ. ഞാൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ടാ. ഞാൻ നിൽക്കുന്നത് ഓരോന്നും അങ്ങയുടെ കൃപ കൊണ്ടാ. സ്തോത്രം. ഈ ജീവൻ ജീവൻ അങ്ങയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാ, അങ്ങയ്ക്ക് വേണ്ടി രക്തദാനം ചെയ്യാൻ തയ്യാറാ. അങ്ങ് എന്ത് പറയുന്നു അത് ചെയ്യാൻ തയ്യാറായി ജീവിതം. സ്തോത്രം. കാര്യം എന്തുവാ? യേശു സ്നേഹിച്ചതുപോലെ ഞാൻ അനുഭവിച്ചിട്ടില്ല. മറ്റാരും എന്നെ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ കരുതിയിട്ടില്ല. പൊട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ, കഴിവില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ, നീ രക്ഷപ്പെടത്തില്ലെന്ന് തള്ളിക്കളഞ്ഞപ്പോൾ, അവിടെ എല്ലാം യേശു പറഞ്ഞു, നീ രക്ഷപ്പെടുവടാ, നിനക്ക് കഴിവുണ്ടടാ, നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാടാ. ദൈവം നീ നിന്നൊരു പൊട്ടനെ പോലെ നിൽക്ക്. മറ്റുള്ളവർ നിന്നെ ഒന്ന് മുൻവിധിക്കട്ടെ, മറ്റുള്ളവർ നിന്നെ ഒന്ന് പരിഹസിക്കട്ടെ, മറ്റുള്ളവർ നിന്നെ ഒന്ന് കണ്ണുനീര് ഒടിപ്പിക്കട്ടെ, അതിനകത്ത് മറ്റുള്ളവരൊന്ന് സന്തോഷിക്കട്ടെ. പക്ഷേ ഇതെല്ലാം മാറുന്നൊരു ദിവസമുണ്ട്, ഇതിനെല്ലാം മാറ്റുന്നൊരു ദിവസമുണ്ട്. ആ നാവ് കൊണ്ട് തന്നെ പറയും, നീ അനുഗ്രഹപ്പെട്ടവൻ. നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. പകലോർത്തു, ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും നമ്മളെ കൈവിടുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ അത്രമാത്രം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ദൈവത്തിന്റെ ദൂത് വെളിപ്പെട്ടത്. നിന്റെ അപ്പൻ ആരാ? കർത്താവാ. നിന്റെ അമ്മ ആരാ? കർത്താവാ. നിന്റെ യജമാനൻ ആരാ? കർത്താവാ. സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഭാഗത്തിലേക്ക് തന്നെ കൊണ്ടുവരാം. 23-ാം മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിനകത്ത് സദൂക്കരും ന്യായശാസ്ത്രിമാരും ആരെന്ന് പറഞ്ഞിട്ട് അതിന് താഴോട്ട് വരുമ്പോൾ വായിക്കാറുണ്ട്. ഒന്ന് വായിക്കാം. ഭൂമിയിലാരെ നീ പിതാവെന്ന് വിളിക്കരുത്, ഒരുവനത്രേ നിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റുന്നവരെയാണ് ഞാൻ വിളിക്കേണ്ടത്, പിതാവെന്ന് വിളിക്കേണ്ടത്. അല്ലയോ? സ്തോത്രം. ഞാനൊരു ഒരു കാര്യം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പോയതാണ്. സ്തോത്രം. ആദാമിനെ ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദാമ് ഏകനായിരിക്കുന്നത് കൊണ്ട് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നോർത്ത് അവനൊരു തുണയെ ഒരുക്കി. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദൈവം ഇവനെ സൃഷ്ടിക്കുന്ന മുമ്പേ ജീവജന്തുക്കളെല്ലാം സൃഷ്ടിച്ചു. അതിനെ ഈരണ്ടായിട്ടാണ് സൃഷ്ടിച്ചത്, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച് പൂർത്തീകരിച്ച് അതിനെല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് അവസാനം ആരെ ഉണ്ടാക്കിയത്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയത്. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ജീവൻ അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദൈവിയായി തീർന്നു. സ്തോത്രം. അത് അവനെ സൃഷ്ടിച്ചു. അപ്പൊ ഈ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജീവജന്തുക്കളെ നോക്കി ഇവന് ഇണയായിട്ട് ചേർക്കാൻ പറ്റുന്നു. അപ്പോഴും അതിനോടൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇണ ചേർക്കുവാൻ കഴിയുന്നില്ല.
അതിനെയെല്ലാം അവൻ പേരിട്ടു പോയി. അവനെ എല്ലാത്തിനും പേരിട്ടു. അവനാ പേരിട്ടു. ദൈവം സൃഷ്ടിച്ചാലും ആരാ പേരിട്ട്? ഇന്ന് ദൈവം സൃഷ്ടിച്ചാലും അനുഭവിക്കുന്ന ആരാ? നമ്മളാണ്. സ്തോത്രം. ഓരോന്നും അനുഭവിക്കുന്ന ദൈവം സൃഷ്ടിച്ചതാ, പക്ഷെ അനുഭവിക്കുന്നത് നമ്മളാണ്. അങ്ങനെ പേരിട്ടു. ദൈവം ഓരോന്നും സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, തുണയെ അവൻ നന്നായിരിക്കുന്ന നന്ന് ഒറ്റയ്ക്കിരിക്കുന്ന നന്നല്ലെന്ന് പറഞ്ഞ് അവൻ എന്ത് കൊടുത്തു? തുണയെ കൊടുത്തു. തുണയെ കൊടുത്തു. സ്തോത്രം. അവയെ കൊടുത്തു. അവന്റെ അസ്ഥിയിൽ എടുത്ത് ദൈവം കൂട്ടിച്ചേർത്തു. മാംസമെടുത്തു. അവന് ഒരു തുണയെ കൊടുത്തു. സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കുക, ആദാമും ഒറ്റയ്ക്കിരിക്കുന്നെന്ന് പറഞ്ഞ് ആദാമിന് അപ്പനെ അമ്മയല്ല കൊടുത്തേ. അപ്പനും അമ്മയല്ല കൊടുത്തേ. ആരാ കൊടുത്തേ? നമുക്കൊരു ദൈവമേ ഉള്ളൂ, നമുക്കൊരു അപ്പനേ ഉള്ളൂ. ആരാ? യഹോവയാ ദൈവം. ആണോ? സ്തോത്രമാണോ? ഈ കർത്താവ് യേശുഭദ്രൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുഭദ്രന്റെ പിതാവെന്ന് പറയുവാൻ പുറമെ പിതാവെന്ന് അറിഞ്ഞ വ്യക്തിയാണ് യോസേഫ്. യോസേഫിനെയാണോ വെളിപ്പെടുത്തി കൊടുത്തത്? മറിയാണോ അയ്യോ അയ്യോ എന്റെ അമ്മയെ നീ എന്തോ എന്ന് പറഞ്ഞു പ്രസവിച്ചതാരാ? മറിയ. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് മറിയ പ്രസവിച്ചത്. അവിടെ മറിയക്കൊന്നും അല്ല പ്രാധാന്യം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം, പിതാവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം. വലിയോ? അപ്പോഴ് അപ്പനും അമ്മയല്ല അബ്രഹാം ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് കൊടുത്തത്. ആരെയാ കൊടുത്തത്? തുണയെ കൊടുത്തു. ഇന്ന് ഭൂരിപക്ഷം കുടുംബജീവിതം തകർന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. പുതിയ തലമുറയുടെ കുടുംബജീവിതങ്ങൾ തകർന്ന കാര്യം പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു, അവർ രണ്ടല്ല ഒന്നത്രേ. അവർ അപ്പനും അമ്മയും പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേർന്നു. അവർ രണ്ടല്ല ഒന്നത്രേ. സ്തോത്രം. നല്ല ഉപദേശം മക്കൾക്ക് നമുക്ക് കൊടുക്കാം. മക്കൾക്ക് കൊടുക്കാം. അവര് കുടുംബമായി കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കാൻ പറ്റും. സ്തോത്രം. വിട്ടേക്കണം. അവരെ പിടിക്കാനും അവരുടെ പുറകെ പിന്നെ സ്തോത്രം അലലിയ അഭിപ്രായം പറയാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം എന്തെയ്യത്തുള്ളൂ? തകർന്നു പോകേ. നിങ്ങളെ ഇഷ്ടപ്രകാരമല്ല. അവർ ദൈവത്തെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ആരെ കൊണ്ടുവരാം? നമ്മൾ മക്കളെ വളർത്താം. മക്കളെ വളർത്തി അവർക്ക് വിവാഹം നടത്തി കഴിഞ്ഞിട്ട് സ്തോത്രമാരുടെ ആത്മീയ കാഴ്ചപ്പാടിൽ തന്നെ അവർക്ക് മുന്നോട്ട് ഗൈഡൻസ് കൊടുത്തിടാം. സ്തോത്രം. ലോകപരമായി ജീവിക്കാതെ നമുക്ക് ഉപദേശിക്കാം. അല്ലാത്ത ആത്മീയ കാഴ്ചപ്പാടി അവർ പോകുന്നതിന് തടയാൻ നിൽക്കരുത്. തടയാൻ നിന്നാൽ ഇന്നത്തെ പല തലമുറയുടെയും അതമനം വീട്ടുകാരുടെ ഭരണത്തിലാണ് പോയത്. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. അപ്പനും അമ്മയെല്ലാം രണ്ടാം സ്ഥാനമാണ്. ഭാര്യയായി കഴിഞ്ഞാൽ മെയ് സ്ഥാനമാരാ? മെയ് സ്ഥാനമാരാ? ഭർത്താവിന്. ഭാര്യയായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവ് മെയ് സ്ഥാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആർക്ക്? മാതാപിതാക്കൾ. ഏറ്റവും ഒന്നാം സ്ഥാനം ആർക്കാ? ദൈവത്തിനാ ഒന്നാം സ്ഥാനം. ദൈവത്തിനാ ഒന്നാം സ്ഥാനം. സ്തോത്രം. അതുകൊണ്ട് ഈ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. രാത്രി നിങ്ങൾ കരം കോർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഭാര്യ ഭർത്താവ് കരം കോർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. അത് പ്രായമായാലും ചെറുപ്പമായാലും എല്ലാം കരം കോർത്ത് പ്രാർത്ഥിക്കണം. അത് നിങ്ങളെ കുടുംബത്തിന്റെ ബലമാണ്. അവിടെ ഒരു ശത്രു എന്ത് ചെയ്യത്തില്ല, കേറത്തില്ല. രാവിലെ ഭാര്യയോട് പിണങ്ങിയിരുന്നെങ്കിൽ രാത്രി കൈ കൊടുക്കുമ്പോൾ വേണം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കകത്ത് ആര് കയറത്തില്ല? ശത്രു കയറത്തില്ല. എപ്പോഴും ഓർക്കണം. ഞാൻ ഓർക്കുക, അബ്രഹാമിന് അപ്പനും അമ്മ അല്ല സ്വന്തം ആദാമിന് അപ്പനും അമ്മയെല്ലാം ഉണ്ടാക്കി കൊടുത്ത എന്തു ചെയ്ത്? തുണയും. എന്ന് പറഞ്ഞാൽ അവന് അവന്റെ രീതിയിൽ ചിന്തിക്കാനും അവന്റെ രീതിയിൽ സംസാരിക്കാനും അവനോടൊപ്പം നിൽക്കാനും പറ്റിയ ഒരു തുണയാണ് ആർക്ക് കൊടുത്തത്? ദൈവം കൊടുത്തത്. ഇന്നല്ലാതെ സ്തോത്രം ആണുങ്ങളെ ഭരിക്കുന്ന ഭാര്യയല്ല കൊടുത്തത്. ഭാര്യ എപ്പോഴും ഒരു പടി താഴെയാണ്. ഭാര്യ ഒരിക്കലും മേലല്ല. ഇനി ലോകം മുഴുവനും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തുല്യരല്ല, താഴെ ഒരു സ്റ്റെപ്പ് താഴെ. അവന്റെ ഭവനയെ അനുഗ്രഹപ്പെടുത്തുള്ളൂ. അവന്റെ തലമുറ എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹപ്പെടുത്തും. പെണ്ണുങ്ങൾ ഭരിച്ച ഭവനം ആ തലമുറ അതേപോലെ അല്ലേ? സ്തോത്രം. എനിക്കറിയാവുന്ന ഒരുപാട് വീടുകളുണ്ട്. പെൺ ഭരിച്ച ഭവനമാണോ ആണിനവിടെ പ്രാധാന്യമില്ലയോ അവന്റെ തലമുറ ആ രീതിയിലെ വളർന്നു. സ്തോത്രം. ഒരു ഭവനത്തിന്റെ നായകൻ ക്രിസ്തു. ആ ഭവനത്തെ ഭരിക്കേണ്ടത് ആരായിരിക്കണം? ഭർത്താവ്. സ്തോത്രം. പാപത്തിലേക്ക് പോകുന്ന കാര്യത്തിനകത്ത് ഭരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആത്മീയ കാഴ്ചപ്പാട് ആ പ്രകാരം
കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാർ, ദൈവവചനപ്രകാരം കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാർ. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനാണ് ഭർത്താവ്. ആ ഭർത്താവിന് ഇഷ്ടം ചെയ്യുന്ന ആരും അല്ല. ലോകപരമായി ജീവിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആത്മീയ കാര്യമായി ജീവിക്കുന്നവരുടെ കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് മുഖ്യസ്ഥാനം ആർക്കേ വരത്തുള്ളൂ? ഭർത്താവിനെ വരത്തുള്ളൂ. ആ കുടുംബജീവിതം അനുഗ്രഹമായിരിക്കും, അവരുടെ തലമുറ അനുഗ്രഹമാകും. സ്തോത്രം. ഇതിനിടയ്ക്ക് വേറെ ഉപദേശങ്ങൾ വരുമ്പോഴേ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യപ്പെട്ട തലമുറ കുടുംബജീവിതം പോകുന്നെങ്കിൽ അവർ മാതാപിതാക്കൾക്കും വില കൊടുക്കും, അവരെ സ്നേഹിക്കും, അവര് പറയുന്നത് കേൾക്കും, ദൈവം പറയുന്നത് കേട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. മാതാപിതാക്കളോടും പറയും, ദൈവം എന്തോ നിങ്ങളോട് പറഞ്ഞു അത് ചെയ്യാൻ പറയും. അപ്പോഴവരെന്ത് ചെയ്യും? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആരുടെ ചുമതലയാണ്? ആരുടെ ചുമതലയാണ്? മാതാപിതാക്കൾക്ക് ചുമതലയാണ്. പക്ഷെ മാതാപിതാക്കൾ മൊത്തം ലോക കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ലോക ചിന്തകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? അവരൊന്നിച്ചു പോകത്തില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും. ദൈവം ഒന്നിപ്പിച്ച ബന്ധം, ഞാൻ ഒരു കാര്യത്തോടും പച്ചയ്ക്ക് പറയുക, ദൈവം ഒന്നിപ്പിക്കുകയാണെങ്കിൽ അത് വേർതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ഒന്നിപ്പിക്കാത്ത ഒന്നിപ്പിക്കാത്ത അല്ലെങ്കിൽ അത് വേർതിരിക്കും. ദൈവം ഒന്നിപ്പിക്കുകയാണെങ്കിൽ അത് വേർതിരിയത്തില്ല. ഇപ്പോഴും ഓർക്കണം, ദൈവം ഒന്നിപ്പിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല? വേർതിരിയത്തില്ല. മനുഷ്യന്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ ദൈവം മുഖ്യസ്ഥാനം കൊടുക്കത്തില്ല. ഒരുവന്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം ഒന്നിപ്പിക്കണം. ദൈവം ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ വാരിയയിൽ നിർത്ത അവനെ തുണയെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ വാരിയയിൽ എവിടെ കിടന്നാലും ദൈവം ഒന്നിപ്പിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും? ഒന്നിപ്പിക്കും. ഏത് രാജ്യത്ത് കിടന്നാലും ഏത് സ്ഥലത്ത് കിടന്നാലും എന്ത് ചെയ്യും? ഒന്നിപ്പിക്കേണ്ടത്. പക്ഷെ മനുഷ്യൻ ഒന്നിപ്പിച്ചാൽ അതെന്ത് ചെയ്യും? വേർതിരിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ലോകപരമായി ജീവിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ദൈവജനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവജനത്തെ, ദൈവമക്കളെ, ബൈബിൾ അടിസ്ഥാനമായി പ്രാധാന്യം കൊടുക്കുന്ന ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഓർക്കുക, അവയ്ക്കും അബ്രഹാമിനും ദൈവം അപ്രയമല്ല ഉണ്ടാക്കി കൊടുത്തത്. സ്തോത്രം. അപ്പൊ ഒരു കുടുംബ ജീവിതത്തിന് ഭാര്യ ഭർത്താവ് ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ഇല്ലേ? ഭാര്യ പറയുന്നതിനകത്ത്, ഭർത്താവ് പറയുന്നതിനകത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹത്തിനകത്ത് മാതാപിതാക്കളെ കയറി സംസാരിച്ചാൽ അത് നമ്മുടെ മക്കളെ ഭാവിക്ക് തടസ്സം. നമുക്ക് സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതേ എന്ത് ചെയ്യാവും? സംസാരിക്കാവും. അനാവശ്യമായിട്ട് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം. നമുക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ മക്കളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ കാര്യത്തിനകത്ത് സംസാരിക്കാൻ പോലെ സംസാരിച്ചാൽ ആരും വില തരത്തില്ല. അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം എന്ത് ചെയ്യും? തകർന്നു പോകരുത്. സ്തോത്രം. തകർന്നു പോകരുത്. ഇപ്പൊ നമ്മളെ മക്കളെ അഴിക്കുന്ന ഭർത്താവിന് നമുക്ക് സഹിക്കാൻ പറ്റും? നമ്മളെ മക്കളെ ഉപദ്രവിക്കുന്ന ഭർത്താവിനോടോ ഭാര്യയോടോ, ഇപ്പൊ ഭർത്താവ് മാത്രമല്ല ഉപദ്രവിക്കുന്ന, ഭാര്യയോട് ഉപദ്രവിക്കും. ചില ഭർത്താക്കന്മാരെ അടി പേടിച്ചാൽ കിട്ടാതിരിക്കും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു. ഭർത്താക്കന്മാരെ അടി പേടിച്ചായിരുന്നു ഭാര്യ ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ. ഇവിടുമാരും അതിൽ അപ്പുറത്തെ കരോട്ടെല്ലാം പഠിച്ചതാണ്. സ്തോത്രം. അലതിയ അടിക്കുന്നതെല്ലാം ചെറുക്കലും ഒക്കെ തരുന്നത്. സ്തോത്രം. ഇന്ന് സ്തോത്രം. പുറമേ ഉള്ള റീൽസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അടിക്കുന്ന മൊത്തം ചെറുക്കലും ഒക്കെയാണ്. അവിടെ ആരാ ഭർത്താവ് പെടും? ആ കുടുംബത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. അലതിയ ഇങ്ങനെയെല്ലാം വരാനുള്ള കാര്യം എന്തുവാ? മാതാപിതാക്കളെ കുഴപ്പമോ, വളർത്തിയതിന്റെ പ്രശ്നങ്ങളാണ്. യഥാർത്ഥമായിട്ട് ദൈവവചന പ്രകാരം അല്ലെങ്കിൽ യഥാർത്ഥമായി ലോകപരമായി ജീവിക്കുന്നവരായ പോലും യഥാർത്ഥമായ ഒരു കേരളത്തിന്റെ കൾച്ചർ പ്രകാരം വളർത്തിയായിരുന്നെങ്കിൽ ഇതുണ്ടാവത്തില്ല. നമ്മളെ സ്വന്തം മകളെ തല്ലുന്ന ഭർത്താവിനോടൊപ്പം ജീവിക്കാനല്ല നമ്മൾ നിർബന്ധിക്കേണ്ടത്. സ്തോത്രം. അത് തിരുത്തണം. അത് മാതാപിതാക്കൾ മുതലേ തിരുത്തണം. ഞാൻ പറഞ്ഞ പാപമായുള്ള വഴിയല്ല, ആത്മീയമായുള്ള കാര്യത്തിനകത്ത് അവർ മുന്നോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം എന്നോട് അവരോട് എന്ത് പറയുന്നു, ദൈവം പറയുന്നതനുസരിച്ച് അവർ മുന്നോട്ട് പോകണം. അതിനകത്ത് മാതാപിതാക്കളെ ബുദ്ധി കേട്ടത്. അവിടെ ആർക്കേ പ്രാധാന്യം കൊടുക്കാവും? ദൈവത്തിനെ പ്രാധാന്യം കൊടുക്കാവും. സ്തോത്രം. പറയുന്നു പിതാവ്, നമ്മുടെ പിതാവ് എപ്പോഴും ആരാ? ദൈവത്തെ അറിഞ്ഞവന്റെ പിതാവ് ആരാ? ദൈവമാണ്. ദൈവത്തിനാണ് ആര് മുഖ്യസ്ഥാനം കൊടുക്കേണ്ടത്? നമ്മൾ മുഖ്യസ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. സ്തോത്രം. ഇന്ന് എനിക്കൊന്ന് ഭൂരിപക്ഷം ചില കല്യാണങ്ങൾ ക്രിസ്ത്യൻസ് രീതിയിൽ നടക്കുന്ന ചില കല്യാണമല്ല മുമ്പേ ലിവിംഗ് ടോറായിട്ട് താമസിച്ചിട്ട് പൊട്ടനാക്കാൻ വേണ്ടി വന്ന് കല്യാണം നടത്തുക. സ്തോത്രം. അതിനോടൊന്നും ആർക്ക് യോജിപ്പല്ല? ദൈവത്തിന് യോജിപ്പല്ല. അതിനോടൊന്നും ദൈവത്തിന്റെ വചനപ്രകാരം യോജിപ്പല്ല. സ്തോത്രം. ഹല്ലേലൂയ.
ദൈവം യോജിപ്പിക്കുമ്പോഴേ അവർ യോജിപ്പാവും. അതിനു മുമ്പ് യോജിപ്പില്ല. സ്തോത്രമല്ലേ? ആ യോജിപ്പിനോട് ആർക്ക് താല്പര്യമില്ല? ദൈവത്തിന്റെ പ്രമാണത്തിന് താല്പര്യമില്ല, ദൈവത്തിന് താല്പര്യമില്ല. ദൈവം ഒന്നിപ്പിക്കണം. സ്തോത്രം. അതിനാണ് വിവാഹം. അടുത്ത നമ്മൾ വായിക്കാം. കണ്ടോ? ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗസ്ഥൻ തന്നെ. ഇത് ഞാനായിട്ട് ഉണ്ടാക്കി പറഞ്ഞതല്ല, ബൈബിൾ പറയുക. എന്തുവാ? അതിന് മുമ്പേ പറയുക, ശത്രുക്കൾ സ്തോത്രം സദൂക്കരും പരിശീലന്മാരും എന്ത് ചെയ്യും? വലിയ വചനം നിങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടുവരും. അവരുടെ വായിൽ നിന്ന് വരുന്ന വചനം സത്യമാണ്. ആ വചനത്തെ നിങ്ങൾ അനുസരിച്ചോ. പക്ഷെ അവന്മാരെ പോലെ നിങ്ങൾ ആവല്ലേ. സ്തോത്രം. നമ്മൾ ആദ്യം എടുത്ത വചനമുണ്ട്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നു, സ്നാനപ്പെടുവാൻ വേണ്ടി സദൂക്കർ പരീശന്മാർ കടന്നു വന്നപ്പോൾ എന്തുവാ? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? എന്തുവാ അവരുടെ കാരണം? എന്തുവാ? ഇനി സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് അതും ഒക്കെ ചെയ്ത് കളയാം. സ്നാനം എന്ന് പറയുന്നത് അതല്ല. സ്നാനം എന്ന് പറയുന്നത് വീണ്ടും ജനനമാണ്. ദൈവം കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി രക്തം ഒഴുകുന്നതിന്റെ പാപത്തെ കഴുകിക്കളഞ്ഞു. അതിനെ കഴുകിക്കളഞ്ഞു. ആ ദൈവം 3-ാം ദിവസം റോമ പൗരത്വത്തിന്റെ സകല മുദ്രകളെ പൊട്ടിച്ച് ദൈവം പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഭൂമിയിൽ ആ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളാന്ന് പിതാവ് പുത്രനായ യേശുവിനെ പറഞ്ഞു. ചേർത്തുകൊള്ളുവാൻ യേശുവിനും ഏർത്തുകൊള്ളുമ്പോൾ എനിക്ക് പോകണമെങ്കിൽ ആ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചാലേ പറ്റത്തുള്ളൂ. ആ രക്ഷകനായി സ്വീകരിക്കുന്നതാണ് സ്നാനം. അതാണ് സ്നാനം. സ്തോത്രം. ആ രക്ഷിതാവിനെ സ്വീകരിക്കുന്നതാണ് സ്നാനം. എന്റെ പിതാവായിട്ട് സ്വീകരിക്കുന്നു, എന്റെ മണവാളനായിട്ട് സ്വീകരിക്കുന്നു. അവരെ മാത്രമേ ആര് കൊണ്ടുപോകത്തുള്ളൂ? കർത്താവായ യേശുവിനെ വരുമ്പോഴേ കൂടെ കൊണ്ടുപോകത്തുള്ളൂ. അവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് പോകാൻ പറ്റത്തില്ല. അതാ സ്നാനം. ആ സ്നാനപ്പെടാൻ വേണ്ടി ആര് വരുവാ? സദൂക്കരും മനുഷ്യന്മാരും ചാടി കയറി ഇങ്ങോട്ട് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയും, അവിടെ നിൽക്കേ. അതിന് മുമ്പേ പാപം ഏറ്റു പറയുന്നവരെ, പുതുതായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം ആര് സ്നാനപ്പെടുത്തി? യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ വരുന്നവന്റെ ഹൃദയത്തിനകത്തുള്ള പ്ലാനും പദ്ധതിയും ആർക്കറിയാം? കർത്താവിന്റെ ദാസനായ യോഹന്നാൻ സ്നാപകൻ അറിയാം. ഇവന്റെ മനസ്സിനകത്തുള്ള ഇരിപ്പ്. ഇന്ന് പ്രിയ മക്കളെ, പലരും സ്നാനപ്പെടുന്നുണ്ട്. അപ്പനും അമ്മയും സഭയ്ക്കകത്ത് പോകുന്നുണ്ട്. മോൻ സ്നാനപ്പെടുന്നുണ്ട്. മോനും മോളും സ്നാനപ്പെടുന്നുണ്ട്. മോനും എന്തിനാ സ്നാനമെന്ന് അറിയണം. 2026 വർഷത്തിന് മുമ്പ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം ചൊരിഞ്ഞു, ശരീരത്തെ തകർത്ത് എനിക്ക് വേണ്ടി മരിച്ചു. സ്വന്തം ദൈവത്തിന്റെ പുത്രനായ യേശു ഈ ലോകത്തിൽ വന്നപ്പോ സ്വർഗീയ പദവിയെല്ലാം വിട്ട് 33.5 കൊല്ലം നമ്മളെ മധ്യയിൽ ജീവിച്ചു. ഒരു മനുഷ്യനെ പോലെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിനകത്ത് ജീവിച്ചു. കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നിട്ട് മാറിപ്പോവാതെ ആ പ്രയാസങ്ങളെ കഷ്ടങ്ങളെ സ്വയം സഹിച്ചു. ആ ദൈവം പറഞ്ഞിരിക്കുന്ന, പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്തത്വ പ്രകാരം പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളെ പാലിച്ച് കാൽവരി ക്രൂശിൽ മരിച്ചു. 3-ാം നാള് റോമ പൗരത്വത്തിന്റെ എല്ലാ മുദ്രകളെ പൊട്ടിച്ച്, ലോക ചിന്തകളെ പൊട്ടിച്ചു, ലോക മനുഷ്യന്റെ ബുദ്ധികളെ പൊട്ടിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വരുന്ന ചേർക്കുന്നത് വരെ നിങ്ങൾ ചെന്ന് എന്നെ കുറിച്ച് പ്രസംഗിക്കുവിൻ, ഞാൻ ആരെന്ന് പ്രസംഗിക്കുവിൻ. അത് ആ പ്രസംഗത്തെ ഏറ്റെടുത്ത് ആ സ്വന്തം പിതാവായി രക്ഷിതാവായി യേശുവിനെ സ്വന്തമായി സ്വീകരിക്കുന്നവരെ, നാവ് കൊണ്ട് അവൻ ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പറയുന്നവരെ, അവന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി അവൻ സഭയോട് ചേർത്ത്. അതാ കൽപ്പന. അവനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും അറിയാത്തവർ സ്നാനപ്പെടാൻ പറ്റത്തില്ല. മാനസാന്തരപ്പെടണം, പാപത്തെ ഏറ്റു പറയണം, ദൈവസഭയിൽ വരണം, സ്തോത്രമാല വീണ്ടും ജനിക്കണം. അവനെയാണ് സ്നാനം. ഇവന്മാര് വന്നപ്പോഴേ, അല്ലെങ്കിൽ ഇവന്മാര് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനിയിപ്പോ ഇതൂടെ ഉള്ളെങ്കിൽ ഇതൂടെ ഒന്ന് ചെയ്തേക്കാം. ഞങ്ങൾ ആരാ? ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്. ഉള്ളി കിടക്കുക. സ്വയം താഴ്ത്താൻ അമ്മമാരെ കൊണ്ട് പറ്റുന്നില്ല. സ്വയം താഴ്ത്താൻ അമ്മമാരെ കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങളെ എല്ലാം ചിന്ത എന്തുവാ? സ്തോത്രം. എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നത് താഴ്ത്തുന്നവരെ ഉയർത്തുന്നവരാണ്. നമുക്കെല്ലാം എന്തുവാ വേണ്ടത്? താഴ്മയാണ്.
താഴ്മയാണ്. താഴ്ത്തുന്നവരെ ആര് ഉയർത്തുന്നത്? ദൈവം ഉയർത്തുന്നത്. സ്തോത്രമാലകീയ താഴ്ത്തുന്നവനെ. അപ്പൊ താഴ്മയില്ലാത്തവരെ ആരും ഉയർത്തത്തില്ല, ദൈവം ഉയർത്തത്തില്ല. ദൈവം ഉയർത്തത്തില്ല എന്ന് പകല് പറയുമോ? തന്നെ തന്നെ താഴ്ത്തുന്നവരെ. ബാക്കിയുള്ളവരെല്ലാം അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാ അവരെയാണ് ആര് സ്നാനപ്പെടുത്തിയത്? പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയത്. അപ്പോഴും ഇവന്മാർ വരുമ്പോ ഇവന്മാർ താഴ്ത്തുന്നില്ല. ഇവന്മാരുടെ എന്തുവാ? ഇവന്മാരുടെ എല്ലാം നല്ലവരും ഞങ്ങളാണ്. അപ്പോൾ നല്ലവർക്ക് വിടാൻ പറ്റുന്നതാ സ്നാനം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവർക്ക് പെടാൻ പറ്റുന്ന, പാപത്തെ ഏറ്റു പറഞ്ഞ് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നതെങ്കിൽ ഇവരും എന്ന് പറയുക, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നതല്ല, ഞങ്ങൾ പാപികളല്ല, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ഞങ്ങൾ ഏറ്റവും അനുഗ്രഹപ്പെട്ടതാ, പിന്നെ ഞങ്ങൾക്ക് സ്നാനപ്പെടുന്നതിന് എന്ത് കുഴപ്പം? അപ്പോഴ് ഈ ഉള്ളിലിരിപ്പിനെ ആദ്യം ഉടച്ചു കളയണം. കാര്യം എന്തുവാ? നീ എല്ലാം ഇങ്ങനെ പറച്ചിലേ ഉള്ളൂ, അബ്രഹാമിന്റെ മക്കളാന്ന് പറച്ചിലേ ഉള്ളൂ, ആരുമായിട്ട് ബന്ധമില്ല, അബ്രഹാമായിട്ട് ഒരു ബന്ധമില്ല. അബ്രഹാം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമുള്ളവർ, ദൈവം എന്തോ പറഞ്ഞാലും ചെയ്യുന്നവരാ. അതേപോലെ ആർക്ക് ചിന്തയില്ല, നിങ്ങൾക്കില്ല. അതുകൊണ്ട് അവരെ വിളിക്കുക സർപ്പസന്തതികളെ. എന്നിട്ട് പറയുക, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഈ കല്ലീന്ന് വേണമെങ്കിലും അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കാൻ കഴിയും. നീ ഒന്നുമല്ല മക്കള്, നീയല്ല മക്കളായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേ? യേശുവിനെ ഏറ്റെടുത്തനെ, യേശുവിനെ കീഴ്പ്പെട്ടനെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചനെ. നീയല്ല രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന അബ്രഹാമിനെയാണ്. പറച്ചിലേ ഉള്ളൂ, ആരുമായിട്ടില്ല. യേശു ഈ ഒരു ഘട്ടത്തിനകത്ത് പ്രസംഗിക്കാൻ പറഞ്ഞു, അബ്രഹാം ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ചത്. സ്തോത്രം. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ചത്. നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നതിന് പേരേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, എന്നെ അനുസരിക്കുന്നു. അതോ നിങ്ങൾ ആരല്ല? അബ്രഹാമിന്റെ മക്കളല്ല. സ്തോത്രം. ഇതിനകത്ത് അടുത്ത വരുന്നു, അതിനകത്ത് പറയുന്നു, പിതാവ് ഒരുവനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പിതാവ് ആരാ? യേശു. നമ്മുടെ ഭവനത്തിന്റെ പിതാവ് യേശുപുത്രനാണ്. നമ്മുടെ ഭവനത്തിന്റെ പിതാവ് യേശുപുത്രനാണ്. അപ്പൊ നമ്മുടെ തലമുറയ്ക്ക് എന്തോ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ പിതാവ്, നമ്മുടെ ഭവനത്തിന്റെ പിതാവ് ആരാ? യേശുപുത്രനാണ്. അപ്പോഴേ യേശുപുത്രനെ നീ ഭയപ്പെട്ടോണം, ഭയപ്പെട്ടോണം. ഒരു വീടിന്റെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മക്കൾക്കെല്ലാം ഒരു പേടി ഉണ്ടാവുന്നത് ആരെ? പിതാവിനെ ഇല്ലയോ? മാതാവിനെയാണോ? പിതാവ് കഴിഞ്ഞിട്ട മാതാവ്. സ്തോത്രം. പിതാവിന് ഏറ്റവും കൂടുതൽ ഒരു പേടി, ഒരു ബഹുമാനം. കാര്യം എന്തോ? ആ വീടിന്റെ ഗൃഹനാഥൻ അല്ലയോ? അപ്പൊ നമ്മളെ ഗൃഹനാഥൻ ആരാ? ദൈവത്തെ അറിഞ്ഞ ദൈവജനത്തിന്റെ ഗൃഹനാഥൻ ആരാ? പിതാവ്, കർത്താവ്. കർത്താവ് കഴിഞ്ഞിട്ടാണ് അടുത്ത പിതാവിനെ വരാൻ. കാര്യം ആ പിതാവ് ഈ കർത്താവിന്റെ വചനം കൊണ്ടുപോകുന്നവരായിരിക്കണം, അവനായിരിക്കണം അടുത്ത വരാൻ. പതിനെട്ടിനകത്തുണ്ട് അതിലെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് പിതാവ്, ഗൃഹനാഥൻ. അതിന്റെ പിന്നാലെ ആയിരിക്കും ആര് പോകുന്നത്? ഗൃഹനാഥികൾ. സ്തോത്രം. അടുത്തത് വായിക്കാം. നായകൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നോക്കുക. ഏത് പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിവുള്ളവനാണ് നായകൻ. ഏത് പ്രശ്നത്തെ തെരുവാൻ കഴിവുള്ളവനാണ് നായകൻ. ഏത് പ്രശ്നത്തെ പരിഹരിക്കുവാനും തെരുവാനും സൃഷ്ടിക്കുവാനും കഴിവുള്ളവന്റെ പേരാണ് പിതാവ്. നമ്മൾ ഇന്ന് സിനിമയിൽ കാണുന്ന നായകന്മാരല്ല. നമ്മളെ പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ പേരിൽ കിടന്നവന്മാരല്ല നായകന്മാർ. നമ്മളെ പൈസ മേടിച്ചുകൊണ്ട് പോയി നമ്മളെ വേണ്ടി സൂചി കാണിക്കുന്നവനല്ല നായകൻ. സ്തോത്രമാലേ, നമ്മളെ പ്രശ്നത്തെ പരിഹരിക്കുന്നവനാണ് നായകൻ. അത് ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നസ്രനായ യേശു. നമ്മളെ പ്രശ്നങ്ങളെ പരിഹരിച്ചത് കാൽവരി ക്രൂശിൽ ആരാണ്? കർത്താവ്. അന്ന് കാൽവരി ക്രൂശിലെ അമികാലിലെ സ്തോത്രം, ആ മരണത്തെ നമ്മൾ സാക്ഷികളാണ്, ആ മരണത്തെ ഏറ്റെടുത്തവരാണ്. അന്ന് നമ്മൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വിഷയത്തിനകത്തും പരിഹാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് യേശു. അപ്പൊ നമ്മുടെ നായകൻ ആരായിരിക്കണം? കർത്താവായ യേശുപുത്രനാണ്. സ്തോത്രം. നമ്മുടെ നായകൻ കർത്താവായ യേശുപുത്രനാണ്. നമ്മുടെ പിതാവ് ആരായിരിക്കണം? കർത്താവായ യേശുപുത്രനാണ്. പിതാവ് എന്ന് പറയുവാൻ യോഗ്യൻ, നമുക്ക് വേണ്ടി വില കൊടുത്തവനാണ് യേശുപുത്രൻ. അപ്പൊ നമ്മുടെ പിതാവ് ആരാ? യേശുപുത്രനാണ്. സ്തോത്രം. അടുത്തത്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ തോന്നുന്നവൻ നിങ്ങളെ ശുശ്രൂഷകനാണ് എന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയതായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് താഴ്ത്തി ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവും. അതിനുവേണ്ടി കർത്താവ് യേശുവിന്റെ തിരുവേശയുടെ അന്ന് അമ്മയാലെ കാല് കഴിയുമെന്ന് ശുശ്രൂഷ ചെയ്യുന്നു. കാല് കഴിയുന്ന ശുശ്രൂഷ ചെയ്യുന്നു.
എന്ന് പറഞ്ഞാൽ സ്തോത്രമാരെ താഴ്ത്തുക. ഒരുത്തന്റെ പാദം കഴുകി അവന്റെ പാദം തുടച്ച് ക്ലീനാക്കി കൊടുത്തു. അപ്പോഴതിനകത്ത് യേശു അരയിൽ ഒരു തുണി കെട്ടി സ്തോത്ര തുണിയിൽ നിന്ന് അവന്റെ കാല് കഴുകി അവനെ ശുദ്ധീകരിച്ചു. അപ്പൊ പത്രോസിന്റെ അടുത്ത് നിന്നപ്പോ യേശുവിന്റെ നിന്നപ്പോ പത്രോസ് പറഞ്ഞു, അയ്യോ എന്റെ കാലിൽ തുറന്നു. അന്ന് ആരാന്ന് എനിക്കറിയാം, അങ്ങ് എന്താണെന്ന് എനിക്കറിയാം. മക്കാരും വന്നില്ല. പക്ഷെ പത്രോസ് പറഞ്ഞ കാര്യമല്ല നല്ലതാ. അപ്പൊ പത്രോസിനോട് പറഞ്ഞു, ഞാൻ ഈ കാല് നിന്റെ കഴിയില്ലെങ്കിൽ നീ ഞാനുമായിട്ട് ഒരു ബന്ധം, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ശുശ്രൂഷ ചെയ്യാൻ സമ്മതിക്കണം. അപ്പോൾ തന്നെ പത്രോസ് പറഞ്ഞു, എന്റെ മൊത്തത്തിൽ കഴിയുമ്പോൾ കാര്യം എന്തുവാ, പത്രോസിന് ഒറ്റ ചിന്തയേ ഉള്ളൂ, ദൈവമായിട്ടുള്ള ബന്ധമാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിന് എന്തും പ്രാധാന്യം ആര് കൊടുക്കും? പത്രോസ് കൊടുക്കും. ആ പത്രോസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതാ, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം. സ്തോത്രം. ഇന്ന് പകരം ഓർക്കണം ദൈവമക്കളെ, നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളത് ആരുമായിട്ടാണ്? കർത്താവുമായിട്ട് ചേർന്നോണം. കർത്താവുമായിട്ട് ചേർന്നോണം. ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടതെല്ലാം ആര് തരും? കർത്താവ് തന്നോളൂ. നീ തിരക്കി പോണ്ട, നിന്നെ തിരക്കി ഇതെല്ലാം വരും. സമ്പത്ത് നിന്നെ തിരക്കി വരും, സമാധാനം നിന്നെ തിരക്കി വരും, ഉയർച്ച നിന്നെ തിരക്കി വരും, ജോലി നിന്നെ തിരക്കി വരും, നന്മ നിന്നെ തിരക്കി വരും, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ തിരക്കി വരും, എല്ലാം നിന്റെ പിന്നാലെ വരും. നീ ഒന്നിന്റെ പിന്നാലെ പോണ്ട, നീ ഒറ്റ ഒന്നിന്റെ പിന്നാലെ പോയാൽ മതി, യേശുവിന്റെ പിന്നാലെ പോയാൽ മതി. നമ്മളതിനാണ് യേശു നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളെല്ലാത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ യേശു ഞാൻ പറയുക, നീ പോയിട്ട് വാ, എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണും. നിന്റെ ബുദ്ധി കൊണ്ട് നിന്റെ കഴിവുകൊണ്ട് നീ ഒന്ന് പോയിട്ട് വാ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രതികൂലം അനുഭവിക്കുന്നത്. നമ്മളെ യേശുവിനെ മുറുകി പിടിക്കുക, യേശുവിനെ മുറുകി പിടിക്കുക. ദൈവമേ, അങ്ങ് തരുന്ന ആത്മസാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കേണ്ടത്, അങ്ങ് നൽകുന്ന ആത്മീയ ഉണർവ് എനിക്കൊന്ന് അനുഭവിക്കേണ്ടത്. ഈ ജഡമാ എന്റെ ശരീരം. നമ്മൾ പലപ്പോഴും കൊണ്ട് ചിന്തിക്കാൻ പറയണം, വെറും ജഡമായത്, ഇതിനകത്തുനിന്ന് വരുന്നതെല്ലാം വെറും ജഡമാ, ഇതല്ല വേണ്ടത്. ആത്മീയത എന്റെ മേലൊന്ന് വെളിപ്പെടണേ, പരിശുദ്ധാത്മാവിന്റെ ഹോളി സ്പിരിറ്റ് എന്റെ മേലൊന്ന് വെളിപ്പെടണേ, എന്റെ മേൽ അഭിഷേകം ഒന്ന് വെളിപ്പെടണമേ എന്ന് നീ അങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ആ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലൊന്ന് വെളിപ്പെടും. ആ അഭിഷേകം വെളിപ്പെട്ടാൽ പിന്നെ നിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നീ അനുഗ്രഹം പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അങ്ങോട്ട് വെളിപ്പെട്ടാൽ എന്ത് പ്രാപിക്കും? അനുഗ്രഹം. സ്തോത്രം. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം, നിന്നെ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം, നീ അങ്ങോട്ട് വില കൊടുക്കണം. ദൈവസ്ഥനെ വില കൊടുത്താൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലേ നിനക്ക് ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മൾക്ക് പ്രതികൂലത്തിന്റെ മധ്യേ, പ്രയാസത്തിന്റെ മധ്യേ, അയ്യോ എനിക്ക് എന്തോ പ്രാർത്ഥിക്കാൻ ഇരുന്ന ഉടനെ ഫസ്റ്റ് ചോദിക്കുന്ന മൊത്തം ആവശ്യങ്ങൾ അല്ലയോ? എന്നെ ദൈവം വിളിച്ചതിന് നന്ദി പറയുമല്ല, എന്നെ ദൈവം തെരഞ്ഞെടുത്തതിന് നന്ദി പറയുമല്ല. കർത്താവേ, ഒരു യോഗ്യതയും ഇല്ലാത്തടത്തും എന്നെ വിളിച്ചു വേർതിരിച്ചു ഇത്രയെല്ലാം സന്തോഷവും സമാധാനവും തന്ന് എന്നെ കൊണ്ടുപോകുമല്ലോ. ഇതല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അപ്പാ പിതാവേ, ഇന്ന നന്മ എന്ന് കിട്ടും, ഇന്ന കാര്യം എന്ന് കിട്ടും, അതെന്താ കർത്താവെ തരാത്തത്, ഇതുകൊണ്ട് എന്നെ പരിഹസിക്കുന്നല്ലോ, എന്നെ മുൻവിധിക്കുന്നല്ലോ, ഇതെല്ലാം നമ്മൾ ഊഹിക്കുന്നത്. കർത്താവ് പറഞ്ഞെന്തുവാ? ആദ്യം എന്റെ രാജ്യം അന്വേഷിക്കുകയും അതോടൊപ്പം നിനക്ക് എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണ്ടേ? ദൈവസേന പ്രാർത്ഥിക്കാതിരുന്ന എന്ത് വേണ്ടേ? ദൈവസേന പ്രാർത്ഥിക്കാതിരിക്കും എന്തുവാ? നമ്മളെ തന്നെ സമർപ്പിച്ചേൽപ്പിക്കുക. കർത്താവേ, അങ്ങനെ വിളിച്ചതിന് നന്ദി, അങ്ങ് തെരഞ്ഞെടുത്തതിന് നന്ദി, അങ്ങയുടെ പൈതലാക്കിയതിന് നന്ദി. ദൈവമേ, എന്തെങ്കിലും വീഴ്ചകൾ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കപ്പ, അതെല്ലാം ഒന്ന് മാറ്റപ്പ. ഇതെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ചോദിക്കുന്നത്. സ്തോത്രം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തുവാ? ഫസ്റ്റ് ആവശ്യം ലിസ്റ്റ് വെച്ച് കൊടുക്കുക. കർത്താവ് പറയാം, എത്ര ലിസ്റ്റ് തീർത്തു കൊടുത്താലും പിന്നെ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. ലിസ്റ്റിനൊരു കുറവുമില്ല. അതാ പുതിയത് വന്നുകൊണ്ടിരിക്കുക. പ്രസവിച്ച മുതൽ പുതിയത് വന്നുകൊണ്ടിരിക്കുക. പ്രസവിച്ചപ്പോൾ മുതൽ പുതിയത് വന്നുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ, അയ്യോ ഈ കുഞ്ഞിന് ആരോഗ്യം, ബലത്തോടെ, ആയുസ്സോടെ, അപ്പാ പിതാവേ സൗന്ദര്യത്തോടെ, ബുദ്ധി ജ്ഞാനത്തോടെ എനിക്ക് പ്രസവിക്കാൻ കഴിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പ്രസവിച്ചപ്പോൾ എല്ലാ പ്രസവവും അനുഗ്രഹമാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, ഇവൻ ഇച്ചിരി ആരോഗ്യം വരട്ടെ, ഇവൻ പെട്ടെന്നൊന്ന് കമന്ന് വീഴട്ടെ. അതങ്ങോട്ട് കഴിയുമ്പോഴേ പറയും, അവൻ എഴുന്നേൽക്കട്ടെ, അവൻ നടക്കട്ടെ. അത് കഴിയുമ്പോൾ പിന്നെ അവന്റെ വിദ്യാഭ്യാസം തുടങ്ങി, പിന്നെ അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി, അവന്റെ കല്യാണം തുടങ്ങി, പിന്നെ അവന്റെ ഭാര്യയായി, അവന്റെ മക്കളായി. ഇതുവരെ നിർത്തിയിട്ടില്ല, ലിസ്റ്റ് നിർത്തിയിട്ടില്ല, തുടങ്ങിക്കൊണ്ടിരിക്കുക വർഷങ്ങൾ. ഇതിനിടയ്ക്ക് ദൈവത്തിന് എത്ര വട്ടം നന്ദി പറയും? സഭയിൽ വാസ്തു വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇച്ചിരി നന്ദിയെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് എല്ലാവരും നന്ദി വരും. നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ രണ്ട് കൈയെല്ലാം നീട്ടി ഒന്ന് സ്തുതിക്കും. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്തുതി വരത്തില്ല. കാര്യം എന്തുവാ? ആവശ്യങ്ങളാണ് വരുന്നത്, അല്ലയോ?
അല്ല ദൈവമക്കളെ. ഞാന് 3 മക്കളുണ്ടായപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇവരങ്ങ് ആത്മീയരായ മതി, ഇവരങ്ങ് അഭിഷേകം പ്രാപിക്കണം, ആത്മീയരാവണം. അവര് വന്നില്ലയോ അതൊന്നും അല്ല എന്റെ രീതി. എനിക്ക് ദൈവം തന്നത് ആത്മീയരായ മതി. ലോക ജനത്തിന്റെ പുറത്തു വരണം. ഇന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോക ജനത്തിൽ നിന്ന് പുറത്തു വരണം. ലോക ജനത്തിന് അടിമയാവല്ലേ. ഇന്നത്തെ തലമുറ മൊത്തം ലോക ജനത്തിന് അടിമയാണ്. ഞാൻ ഇന്ന് സ്തോത്രവാനിലെ വലിയ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ ഈ റീൽസ് കണ്ടിട്ട് റീൽസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ അധ്വാനിച്ചാലേ നേടാൻ പറ്റത്തുള്ളൂ. യെസ്, ഇന്ന് പകല് ഞാനും പറയുക, ദൂത് പറയുക, ദൈവത്തിന്റെ ആലോചന പറയുക. നിങ്ങൾ ദൈവത്തിന് വില കൊടുത്ത് മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ച് ദൈവത്തോട് മല്ലിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് തന്നെ കഴുകി ശുദ്ധീകരിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. എല്ലാം ബ്ലെസ്സിംഗ് കിടപ്പുണ്ട്, അനുഗ്രഹം കിടപ്പുണ്ട്. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരുടെ മേലും അനുഗ്രഹം ആര് വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അനുഗ്രഹപ്പെടാത്തവരല്ല, അനുഗ്രഹപ്പെട്ട കൂട്ടമാണ്, അനുഗ്രഹപ്പെട്ട ദൈവജനമാണ്. നമ്മൾ നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കും. അതിനകത്ത് ഒരു തടസ്സവും ഇല്ല. അനുഗ്രഹം പ്രാപിക്കും. പക്ഷേ നമ്മൾ ഒരുക്കപ്പെട്ടാലേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. ഇന്ന് പകല് ഒരുക്കം പ്രാപിക്കുന്നതാണ് ആരാധന. ഒരുക്കം പ്രാപിക്കുന്നത് ആരാധനാലയം. അവിടെ വന്ന് നീ ഒരുക്കം പ്രാപിച്ചാലേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു പള്ളിയിലെ അച്ഛനോ തിരുമേനി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം കേട്ടു. എന്തു പറഞ്ഞു? ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ചിലവർക്ക് കൊറോണക്കെല്ലാം വീട്ടിൽ ഇരുന്നും ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കും. ഞങ്ങൾ വലിയ പ്രാർത്ഥന. ദേവാലയത്തിൽ വന്നേ പ്രാർത്ഥിച്ചാൽ ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നീ മുഴങ്കാലം മടക്കി ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനാ വരുന്നത്. ഈ 3 മണിക്കൂർ നീ സമർപ്പിക്കാനാ വരുന്നത്. അത് നീ വില കൊടുത്താലേ അതിന്റെ അനുഗ്രഹം നിനക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ അത് നീ വീട്ടിൽ ഇരുന്നൊന്നും കിട്ടത്തില്ല. പ്രാർത്ഥന ദൈവം കേൾക്കും. പോക്കില് വരവിലെല്ലാം പ്രാർത്ഥന ദൈവം കേൾക്കും. നീ ചോറിനോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കൂ. നീ രുചി നോക്കി കഴിച്ചോണ്ടിരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കൂ. നീ പറയും എന്റെ പോക്കില് വരവിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്ന്. ചോറിനൊന്നും നീ പ്രാർത്ഥിക്കൂ. കാർ ഓടിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നീ കാർ ഓടിക്കും, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ അകത്ത് പ്രാർത്ഥന കൊണ്ട് വരത്തില്ല. പ്രാർത്ഥന യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സ്തുതി സ്തോത്രം പറയും, മഹത്വം പറയും. നീ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തുതി സ്തോത്രം എല്ലാം പറയാൻ പറ്റും. പക്ഷെ നിന്റെ പ്രാർത്ഥന യഥാർത്ഥമായിട്ട് വരുന്നില്ല. നിന്റെ പ്രാർത്ഥന വരണമെങ്കിൽ വേർവിട്ടിരിക്കണം. ആ വേർവിട്ടിരിക്കുന്നത് ആരാധനാലയം. ഞാൻ ചുമ്മാ പോയൊരു 3 മണിക്കൂർ ഞായറാഴ്ച പോയി ഇരിക്കട്ടെന്ന് വന്നിരിക്കുന്നതാണോ? ആണോ? എന്തിനാ നമ്മൾ വരുന്നത്? ആരാധിക്കാനോ വന്നിരിക്കുന്നത്. അത് ആരാധനാലയം. അതിനുവേണ്ടി ആലയം പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആലയത്തിൽ വരണമെന്ന് പറയുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിന്റെ പരിപാലിച്ച് 7-ാം ദിവസം നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ വരുന്ന സ്ഥലമാണ് ആലയം. അവിടെ നീ ആരാധിച്ചേ പറ്റൂ. അവിടെ ആരാധിക്കാനേ വരുന്നത്. അവിടെ ആരാധിച്ചേ പറ്റൂ. അല്ലെ ആരാധിപ്പിക്കാം. ദൈവദാസന്മാർ ആരാധനയെ പറ്റിയേ പറയത്തുള്ളൂ. അവിടെ വേറെ കാര്യങ്ങളല്ല പറയുന്നത്. ആരാധനയെ പറ്റിയേ പറയുന്നത്, ആത്മീയ കാര്യം പറയുന്നത്. അല്ലാതെ നീ പോക്കിലും വരവിലും എല്ലാം പ്രാർത്ഥിക്കുക. അത് നല്ലതാ. ആ പ്രാർത്ഥന ആരാധനയ്ക്ക് പോകുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആരാധനയ്ക്ക് വരണമെന്ന് പറയുന്നത്. അതിനെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വരുന്നവരെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഒരു മാറ്റവുമില്ല. ആരാധന ദൈവജനത്തിന് പ്രാധാന്യമാണ്. ആരാധന മാറ്റി വെക്കല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന മാറ്റി. നമുക്ക് ആരാധനയുണ്ട്. കൊറോണ വന്നപ്പോഴും എല്ലാവർക്കും നമുക്ക് ആരാധനയുണ്ട്. ആരാധനയ്ക്ക് മുടക്കം വന്നിട്ടില്ല. നമ്മൾ അന്നത്തെ ദിവസം ആരാധിക്കാൻ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആരാധിച്ചു, ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ചു. ഇല്ലയോ? കർത്താവ് പറയുക, പിതാവായി ഒരുവനേ ഉള്ളൂ, നായകനായി ഒരുവനേ ഉള്ളൂ. നിങ്ങൾ മറ്റാരെ നായകൻ എന്ന് വിളിക്കല്ലേ. നിന്റെ നായകനാരാ? ക്രിസ്തുവാണ്. നിന്റെ സകല വിഷയവും തരുവാനും പരിഹരിക്കുവാനും കഴിവുള്ളവനാ നായകൻ. ആ നായകന്റെ പേരാണ് ക്രിസ്തു. അടുത്തത് താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും, തന്നെ തന്നെ ഉയർത്തുന്നവരെ താഴ്ത്തും. തന്നെ തന്നെ താഴ്ത്തുന്നവനെ ആരും ഉയർത്തും? ദൈവം ഉയർത്തും. തന്നെ തന്നെ ഉയർത്തുന്നവരെ ദൈവത്താൽ. അതാ പറഞ്ഞ ജഡം ഉദയണമെന്ന് പറയുന്നത്. പലപ്പോഴും പല ദൈവദാസന്മാർ പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ നമ്മളെ ജഡം ഉടയണമെന്ന് പറയുന്നത് എന്തുവാ? തന്നെ തന്നെ ഉയർത്തുന്ന ഭാവം ഉണ്ടെങ്കിൽ ഉടച്ചു താഴ്ത്തിക്കോ. കാര്യം എന്തുവാ? നമുക്ക് ഒരു കഴിവും ആര് തന്ന കഴിവേ ഉള്ളൂ? കർത്താവ് തന്ന കഴിവേ ഉള്ളൂ. കർത്താവ് തന്ന കഴിവേ ഉള്ളൂ. കർത്താവ് തന്ന ജ്ഞാനമേ ഉള്ളൂ, അറിവേ ഉള്ളൂ. എന്റെ അറിവോ ബുദ്ധിയോ ഒന്നുമല്ല, സ്വപ്രഭാഗത്തിലെ ദൈവം തന്നതേ ഉള്ളൂ എന്ന് താഴ്ത്തി പറഞ്ഞ്
പറഞ്ഞ പോലെ ആ മനസ്സും അപ്രകാരം ആവണം. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അടുത്തത് ഇന്ന് ഏറ്റവും കൂടുതൽ സഭയ്ക്കകത്ത് നടക്കുന്നത് കപടഭക്തിയാണ്. കപടഭക്തി. യഥാർത്ഥ ആത്മീയമുള്ളവൻ കപടഭക്തി കാണിക്കത്തില്ല. സ്തോത്രം. ഇന്ന് സ്വന്തമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്തോത്രം. എനിക്ക് ചിരി വരാറുണ്ട്. ഇന്ന് പലപ്പോഴും പോകുമ്പോൾ ഈ പരസ്യവും നടക്കുന്നതാണ്. പല സഭയെല്ലാം ഭയങ്കര പൈസ കൊടുക്കി പരസ്യം ചെയ്യാറുണ്ട്, കൺവിഷൻ വെക്കാറുണ്ട്. എനിക്ക് അത്ര പറഞ്ഞ ഇതെല്ലാം കാണുമ്പോൾ ചിരി വരാറുണ്ട്. എന്തുവാ? സ്വയം നന്നാവുന്നു, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ പോകും. സ്വയം എന്ത് ചെയ്ത് നന്നാവുക, എന്നിട്ട് ആരെ നന്നാക്കാൻ പോകും? നാട്ടുകാരെ നന്നാക്കാൻ. സ്തോത്രം. ഇത് സ്വയം നന്നാവത്തുമില്ല. ഞങ്ങൾ അങ്ങ് നന്നായെന്ന് പറഞ്ഞ് ആരെ നന്നാക്കാൻ പോവോ? നാട്ടുകാരെ നന്നാക്കാൻ പോവോ? നാട്ടുകാരെ നന്നാക്കാൻ പോവോ? സ്തോത്രം. എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് ചിരിയ വരുന്നത്. ഇവരെ കാണുമ്പോൾ യേശുക്രിസ്തുവിനെ ഒന്നുമല്ല ഇവർ ഉയർത്തുന്നത്. യേശുക്രിസ്തുവിന്റെ നാമം ഇവരെന്തിയോ ദുഷിക്കുക ചെയ്യുന്നു. ഇവർ ഉയർത്തുവെന്നല്ല ചെയ്യുന്നത്. സ്വയം നന്നാവ്. ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾ മലകൾ കടന്നുപോയി, കാട് കടന്നുപോയി, നാട് കടന്നുപോയി, മരുഭൂമി കടന്നുപോയി, എല്ലാവരെയും കടന്നുപോയിട്ട് മതത്തിൽ ചേർത്തിട്ട് നിങ്ങളെ പോലെ നരകത്തിൽ ഇടാനാണെങ്കിൽ പിന്നെ എന്തിനെ വരെ ചേർത്ത്? അവരെ ചേർക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ. പാപത്തെ കഴുകി സ്വർഗരാജ്യം. ഇവരെ എല്ലാം നിങ്ങളെ കൂടെ കേട്ടിട്ട് നിങ്ങൾ ഇവരോട് പാപിയാക്കി കഴിഞ്ഞാൽ എന്തിനെ ഇവരെ രക്ഷിക്കപ്പെടുത്തിയിട്ടൊന്നും കാര്യം? ഇവരോട് വചനം പറഞ്ഞിട്ട് കാര്യം എന്തുവാ? സ്തോത്രം. ഇന്ന് ഇപ്രകാരമുള്ള മീറ്റിങ്ങുകളെ കൂടുതൽ ഞാൻ കാണുന്ന മൊത്തം എന്തുവാ? സ്വയം നന്നാവത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങളെല്ലാം അവരെ പറച്ചിലേ ഉള്ളൂ. എന്തില്ല, അവർക്ക് അതിനകത്ത് ഒരു വിരല് വെച്ച് പോലും ഒന്ന് തൊടാനോ ഒന്ന് സഹായിക്കാനോ അവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് പറയുന്നത് കർത്താവ് വലിയ സ്നേഹമാണ്, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. സ്നേഹമാവൂ? ആവൂ? വീട്ടിലേക്ക് ഒരാൾ കയറി വരുക, ആദ്യമേ പറയും പൊക്കോ പൊക്കോ. എന്തോ കാര്യമൊന്നും പോലും ചോദിക്കത്തില്ല. എന്തോ കാര്യമൊന്നും പോലും ചോദിക്കാനില്ല, സമയമില്ല. സ്തോത്രമാലില്ല. ഒരു ബാഗ് കൊണ്ടുവന്നെങ്കിൽ ഒരു സാധനം കൊണ്ടുവന്നു അപ്പോഴേ പറഞ്ഞു വന്നു സ്തോത്രം. ഇവിടെ ഒന്നും വേണ്ട. അവര് പറഞ്ഞില്ല, എന്തുവാന്ന് പോയി ചോദിക്കില്ല. സ്തോത്രം. വേറെ വ്യക്തിയോ ഇത് പിരിവാട്ടോ. സ്തോത്രം. ഇവിടെ ആരുമില്ല. ഇതെല്ലാം നമ്മൾ പറയുന്നത് അല്ലയോ? എന്തോ കാര്യമൊന്നും പോലും ചോദിക്കാൻ നമുക്ക് സമയമില്ല. സ്തോത്രം. കർത്താവ് അങ്ങനെ നമ്മളോട് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്തത്? നമ്മളെ മുഖം കണ്ടപ്പോഴേ വിട്ടോ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമായിരുന്നോ? നമ്മൾ അഡ്രസ് ഉണ്ടാവുമായിരുന്നോ? കർത്താവ് തെറ്റ് ചെയ്തിട്ട് നമ്മളെ സ്നേഹിച്ചു, അല്ലയോ? ചേർത്ത് പിടിച്ചു. പറയുക. സ്തോത്രം. ചിലവര് ഈ കപടഭക്തി കാണിക്കുന്നവരെ ആർക്ക് വേണ്ട? ഇന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പെന്തിക്കോസ്ത് സഭയ്ക്കകത്ത് നടക്കുന്നത് ഇതാ, കപടഭക്തിയാണ്. കപടഭക്തി. പുറത്ത് ഭയങ്കര ഭക്തി കാണിക്കാം. ആ പുറത്ത് ഭക്തി കാണിക്കുന്നവനെ ആർക്ക് വേണ്ട? യേശുവിന് വേണ്ട. യേശുവിന് വേണ്ട. അടുത്തത് കണ്ടോ? നിങ്ങൾ ചെയ്യുന്ന വചനം സത്യമാണ്, പക്ഷേ വചനപ്രകാരം നിങ്ങൾ ജീവിക്കാത്തത് കൊണ്ട് എന്താ? ഈ ദൈവത്തെ അറിയാത്തവർക്ക് സ്വർഗരാജ്യം നിങ്ങൾ അടച്ചു പറയുമോ? ഇത് ചിലവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് വരണമെന്നല്ല ആഗ്രഹമുണ്ട്. ചിലവരെല്ലാം കണ്ടു കഴിയുമ്പോഴേ അയ്യോ എന്തിനാ പോകുന്നത്? ലവന്മാരെ പോലെ ആവാനാണോ? സ്തോത്രം. അതുകൊണ്ട് കർത്താവ് എപ്പോഴും പറയുന്നത് അവരെ ഇവരെ കണ്ടല്ല, എന്റെ പിന്നാലെ വാ. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ആദ്യമേ പറഞ്ഞു, വചനത്തിനകത്ത് പറഞ്ഞു, അവര് പറയുന്ന വചനത്തെ നീ കൈക്കൊണ്ടു, പക്ഷെ അവരെ പോലെ ആവല്ലേ. ഇന്ന് കർത്താവ് വചനത്തിനകത്ത് വിളിച്ചു പറയുന്നത് എന്ത് പറയുക? നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? സ്വർഗരാജ്യത്തെ അടയ്ക്കുക ചെയ്യുന്നത്. നിങ്ങൾ സ്വർഗരാജ്യത്തെ തുറക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യേണ്ടേ? സ്വർഗരാജ്യത്തെ തുറക്കാനാണ് നമ്മൾ ദൈവം വിളിച്ചത്, തുറന്നു കൊടുക്കാനാണ് വിളിച്ചത്, അനേകരെ അതിലേക്ക് കൊണ്ടുവരാനാണ് വിളിച്ചത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കാൻ തയ്യാറാവണം. അതിനെ കർത്താവ് വിളിച്ചേക്കുന്നത്, അടച്ചു വെക്കാനല്ല കർത്താവ് വിളിച്ചേക്കുന്നത്. അടച്ചു വെച്ചതിനെ കുറിച്ച് എപ്പോൾ പറയുന്നത് എന്തുവാ? കപടഭക്തിക്കാരായി അടച്ചു വെക്കുന്നത്. ഇന്ന് അടച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അടുത്തത് ദീർഘമായിട്ട് ചിലവർക്ക് ഭയങ്കര പ്രാർത്ഥന. എന്തുവാ?
പുറത്ത് വരുമ്പോഴേ ഈ പ്രാർത്ഥന വരത്തുള്ളൂ. അകത്ത് പ്രാർത്ഥനയില്ല. അകത്ത് പ്രാർത്ഥനയ്ക്ക് അവരിരിക്കത്തില്ല. പുറത്ത് വരുമ്പോൾ വലിയ വലിയ പ്രാർത്ഥനയാണ്. സ്തോത്രം. എന്താ പറയുക? ആ പ്രാർത്ഥന ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. പുറത്ത് കാണിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്, അകമ്മയുള്ളവനെയാണ് ദൈവത്തിന് വേണ്ടത്. അടുത്തത് കണ്ടോ? കടലും നാട് ചുറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റി നടന്ന് അവരെ കൊണ്ടുവന്നിട്ട് ഇരട്ടി നരകത്തിലേക്ക് തള്ളിയിടും. കാര്യം എന്തുവാ? ഇത് അറിയാത്തവരൊരടിയേ ഉള്ളൂ. അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടടിയാണ്. ഈ അറിയാതെ പോയിരുന്ന ഒരടി കൊണ്ടിട്ട് അവൻ രക്ഷപ്പെട്ടു പോയി. അപ്പോഴേ നിലവിളിച്ചായിരുന്നു ദൈവം രക്ഷപ്പെടുത്തിയത്. ഇത് അവരെ മൊത്തം അറിയിച്ചു കൊടുത്തിട്ട് രണ്ടടിയോട് മേടിച്ചിട്ട് അവരെ എന്ത് ചെയ്യുക? നരകത്തിലേക്ക് തള്ളിയിടും. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലയോ? കുഴപ്പമില്ല. ഒരു ദിവസം എനിക്ക് തോന്നുന്നു, ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു ദിവസം ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്തണം. ഞാൻ സ്നാനപ്പെടാൻ തയ്യാറായി നല്ല പറഞ്ഞു വന്നു. സ്നാനപ്പെടുത്തെ കുറിച്ച് കുറച്ച് കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. സ്നാനത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പറയാം, എനിക്ക് ഇപ്പൊ സ്നാനപ്പെടണം, കുട്ടികളും കഴിഞ്ഞ് സ്നാനപ്പെട്ടാൽ മതി. ഞാൻ അംഗീകരിച്ചു കൊടുത്തു. ഞാൻ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാര്യം എന്തുവാ? അവരത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, എനിക്ക് പാൻ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യണം? എനിക്കിപ്പോ സ്നാനപ്പെടണം, എനിക്ക് കുറച്ച് കഴിഞ്ഞ് സ്നാനപ്പെടണം. അതാണ് നമ്മുടെ പൊന്നു. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് പൊന്നു വന്നതാ, എനിക്ക് സ്നാനപ്പെട്ടോന്നല്ല പറഞ്ഞ് വന്നതാ. ഞാൻ പറഞ്ഞ മോളെ, സ്നാനം എന്ന് പറഞ്ഞ ഇതാ, സ്നാനത്തെ കുറിച്ച് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരാം. കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴേ പൊന്നു പറഞ്ഞു, എനിക്ക് ഇപ്പം വേണം. പൊന്നു വന്ന് പറഞ്ഞു, പൊന്നുവിന്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്റെ അടുത്തൊന്നും വരത്തില്ല, ഇന്ന കാര്യത്തിലൊന്നും ഞാൻ നിൽക്കത്തില്ല. ഇപ്പം എന്ത് ചെയ്തു? കുറേയും അറിവ് കിട്ടി, കുറേയും ജ്ഞാനം കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചൂട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാര്യം എന്തുവാ? കുറേയും ഒന്ന് പഠിക്കാൻ. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ പോകാനുള്ളതാണ്? നിത്യതയ്ക്ക് പോകണം. അത് നരകത്തിലേക്ക് പോകാനുള്ളതല്ല, സ്വർഗരാജ്യം അടയ്ക്കാനല്ല, തുറന്നു കയറുക. അത് സ്വർഗരാജ്യത്തിൽ പോകണം. അടഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗരാജ്യത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റില്ല, പ്രാപിക്കാൻ പറ്റില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്കകത്ത് സ്നാനം എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് അടിച്ചു കൂട്ടാൻ തന്നെ മെയിൻ കാര്യമില്ല. എന്തുവാ? ഇവര് നരകത്തിൽ പോകാനുള്ളവരല്ല. ഇവരെവിടെ വരാനുള്ളതാ? നമ്മളെ സഭയ്ക്കകത്ത് എടുക്കപ്പെടുമ്പോഴ് ആരൊക്കെ കാണണം? അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ പേര് വിളിക്കുമ്പോഴ് നമുക്ക് സന്തോഷിക്കണം. ഇന്ന ആളുണ്ടല്ലോ, നമ്മളെ ആൾക്കാരുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യണം? പറയണം, ഇല്ലേ? ഇത് പാസ്റ്ററും കാണത്തില്ല, വിശ്വാസിയും കാണത്തില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ പോവാ. ജാതിയായിട്ട് ഒരുത്തം വന്നാലും വിശ്വാസിയും കാണത്തില്ല, പാസ്റ്ററും കാണാത്ത അവസ്ഥയിൽ കൂടെ എപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? സ്വർഗരാജ്യം അടയ്ക്കാനല്ല ദൈവം വിളിച്ചത്, തുറക്കാനാ, തുറക്കപ്പെടുത്തി കൊടുക്കാനാ. മറ്റുള്ളവരെ അടഞ്ഞു കിടക്കുന്നവരെ തുറന്നു കൊടുക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അത് മറന്നുപോകല്ലേ. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. പെട്ടെന്ന് ആ വാക്യോട് വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ മന്ദിരത്തെ തൊട്ട് അതിൽ മന്ദിരം എന്ന് പറയുന്ന ശുദ്ധീകരണത്തെ കുറിച്ച് സത്യം ചെയ്തിട്ട് അതിനകത്ത് വരെ ദുരുപദേശങ്ങളെ പഠിപ്പിക്കുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. അടുത്തത് സ്നാനപ്പെടുവാൻ വേണ്ടി അതിൽ ചെന്നപ്പോ അതുകൊണ്ടാ പറഞ്ഞേ, സർപ്പസന്തതികളെ അവരെ വിളിച്ച പേരാ സർപ്പസന്തതി. വരുവാനുള്ള കോപത്തിൽ ഒഴിഞ്ഞിരിക്കുന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പരിപാടി തീരുമെന്ന് ആര് പറഞ്ഞു? സ്നാനപ്പെടണമെങ്കിൽ നീ യോഗ്യമായ ഫലം കായ്ക്കണം. യോഗ്യമായ ഫലം കായ്ക്കാത്തവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്നാനപ്പെടുവാൻ കഴിയത്തില്ല. ആ ഭാവം എടുക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം 9 എല്ലാം കഴിഞ്ഞിട്ട് വാ. 10, 11 സ്തോത്രം. 11-ാം വാക്യം മുതൽ വായിച്ചു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടി എറിഞ്ഞു കളയും. അടുത്തത് ഞാൻ നിങ്ങളെ മാനസാന്തരപ്പെടാത്തവൻ എടുത്തു വരല്ലേ. മാനസാന്തരപ്പെട്ടവൻ വന്നാലേ അവന് സ്നാനം പൂർത്തീകരിക്കാൻ പറ്റും, സ്നാനത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റും. അവനെ മാത്രമേ സ്നാനപ്പെട്ടത് പ്രയോജനമുള്ളൂ. മാനസാന്തരപ്പെടാത്തവനെ എനിക്ക് വേണ്ട. അടുത്തത്
എന്റെ പിന്നാലെ വരുന്നവൻ എന്റെ പറ്റി ബലവാനാണ്. ആരെ പറ്റി പറയണേ? യേശുവിനെ പറ്റി പറയുക, യേശുവിനെ പറ്റി പറയുക. അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ യോഗ്യനല്ല. സ്തോത്രം. അവന്റെ കയ്യിൽ ഒരു വിഷമുറവുണ്ട്. നിന്റെ സകല കാര്യങ്ങളും അറിയാം, നിന്റെ സകല പ്രവൃത്തി അറിയാം. അവന്റെ വേണ്ടി ഒന്നും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. തോന്നാൻ പറയുക, ഞാൻ അതുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്. എനിക്ക് മാനസാന്തരപ്പെട്ട് വരുന്നവനെ സ്നാനപ്പെടുത്താൻ പറ്റും. പക്ഷെ നീ എല്ലാം വന്നത് മാനസാന്തരപ്പെടാം. നീ എല്ലാം വന്നിരിക്കുക മാനസാന്തരപ്പെടാതെ. മാനസാന്തരപ്പെട്ടവനെ സ്നാനപ്പെടുത്താനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതെനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ പിന്നാലെ വരുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. യേശുവിന്റെ അമികൾ ചെരുപ്പിന്റെ വാർ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. അവന്റെ ഫ്രണ്ടിലെല്ലാം നഗ്നമാണ്. അവന്റെ ഫ്രണ്ടിൽ ഒന്നും മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. അവൻ വെളിപ്പെടുത്തും. സ്തോത്രം. എന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവായ യേശുവിന്റെ സ്നാനപ്പെട്ട ദൈവത്തിന്റെ പൈതലായ പുതിയ ദൈവസഭയ്ക്കകത്തുള്ള ദൈവത്തിന്റെ മണവാട്ടികളാണ്. നമുക്കൊറ്റ കാത്തിരിപ്പേ ഉള്ളൂ. ആരെയാ? കാന്തന്റെ വരവ്. എപ്പോഴാ? കാന്തനോടൊപ്പം പോകണം, മണവാളിനോടൊപ്പം പോകണം. അല്ലാതെ ലോകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകാനോ, ലോകത്തിന്റെ ചിന്തകൾക്ക് പിന്നാലെ പോകാനോ, ലോക രുചിയുടെ പിന്നാലെ പോകാനോ, ലോക ആഡംബരത്തിന്റെ പിന്നാലെ പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. കാര്യം സ്വർഗത്തെ തുറന്നു തന്നിരിക്കുന്ന കർത്താവുണ്ട്. അപ്പൊ ഒരുവന്റെ പിണ്ടി സ്വർഗത്തെ തുറന്നു കൊടുക്കാൻ നമുക്ക് അധികാരമുണ്ട്. ആ സ്വർഗത്തിലേക്ക് കേൾക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ ജീവിച്ച് സാക്ഷിയായി നിന്നാൽ മാത്രമേ ഒരുവന് സ്വർഗത്തിലേക്ക് കയറുവാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിച്ച വിളികേണ്ടെന്ന് പകരം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് പുതിയ ദൈവജനമേ, ആ സ്വർഗത്തിന്റെ മഹത്വത്തില അവിടുത്തെ അവകാശിയാണ് ഞങ്ങളാവുന്നത്. അല്ല ലോകത്തിന്റെ അവകാശിയാകാനാണ് കർത്താവ് വിളിച്ചത്. ഇത് നമ്മൾ നോക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ ലോകത്തിന്റെ അവകാശികളല്ല, ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. ഇന്ന് ഏറ്റെടുത്തോ. ദൈവം പുതിയ നിയമസഭയ്ക്കകത്ത് വെള്ളിക്കോ സഭയിലോ ദൈവത്തിന്റെ ദൂരം വിളിച്ചു പറയുന്നു, ഈ ലോകത്തിന്റെ അവകാശിയല്ല, സ്വർഗത്തിന്റെ അവകാശിയാണ്. ആ സ്വർഗത്തിന്റെ അവകാശത്തിലേക്ക് മകൾ വിളിച്ചത്. എന്റെ ദൈവമേ, സ്വർഗത്തിന്റെ അവകാശം പ്രാപിക്കണം. അതിന് തടസ്സമായി എന്തെങ്കിലും ജനത്തിനുണ്ടെങ്കിൽ ഇന്ന് പല ജനം ഉടയണം. ആ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ബലപ്പെടണം. ആ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ ബലപ്പെടണം. ശത്രുക്കളെ പോലെ, മനുഷ്യന്മാരെ പോലെ ശത്രുക്കളെ പോലെ ആവാനല്ല, ദൈവത്തിന്റെ പൈതലാവാനാണ് ഇവരെ വിളിച്ചത്. ഉറപ്പോട് നിൽക്കുന്ന ദൈവജനങ്ങൾ, ഒരുക്കത്തോട് നിൽക്കുന്ന ദൈവജനങ്ങൾ, ഇത് പറഞ്ഞ ദൈവത്തിന്റെ വാക്തത്വം കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ, ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാൻ, ഓരോ കുടുംബത്തിനകത്തും ഇന്ന് പ്രവചനങ്ങൾ നിവർത്തിയാവട്ടെ. ഇന്ന് പകരം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവാ. ആ ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ. ഇന്ന് പകരം പ്രാർത്ഥിക്കുമ്പോൾ